السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. يا ربي هيئ لنا من أمرنا رشدا واجعل معونتك الحسنى لنا مددا، حسنى لنا مددا. അർഹം റഹീമായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അളവറ്റ അനുഗ്രഹം ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലും അവരുടെ കുടുംബത്തിൻ്റെ മേൽ സഹാബത്തിലും നാം ഓരോരുത്തരിലും അള്ളാഹുവിൻ്റെ അനുഗ്രഹം അള്ളാഹു സദാ വർഷിക്കുമാറാകട്ടെ. അള്ളാഹു തആല തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളെയും സഹോദരിമാരെയും അള്ളാഹു സ്വീകരിക്കട്ടെ. സിദ്റത്തുൽ മുൻതഹ എന്ന പ്രാർത്ഥനാ മജ്‌ലിസിൻ്റെ കീഴിൽ ആരെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു ആ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മനസ്സിൻ്റെ ഉള്ളറകളിലുള്ള ഹലാലായ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അല്ലാഹു പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു തആല ഷിയാസ് എന്ന പ്രിയപ്പെട്ട സഹോദരൻ സലാമുകളുടെ സാന്നിധ്യം അറിയിച്ചുകൊണ്ടിരിക്കുന്നു. സഹോദരൻ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. കുടുംബത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിത മാർഗങ്ങളിലൊക്കെ അല്ലാഹു ഖൈറും ബറക്കത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
ഹലീം എന്ന സഹോദരി അള്ളാഹു സ്വീകരിക്കട്ടെ. വലൈക്കും അസ്സലാം. അള്ളാഹു തആല കബൂലാക്കട്ടെ. അവരുടെ മക്കളെ അള്ളാഹു ഇഹത്തിലും പരത്തിലും വിജയിപ്പിച്ച് സന്തോഷമുള്ളതാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽ അമീൻ കല്ലറയിലുള്ള പ്രിയപ്പെട്ട സഹോദരൻ 3000 സ്വലാത്ത് അള്ളാഹു തആല കബൂലാക്കട്ടെ. മരണപ്പെട്ട സഹോദരിക്ക് വേണ്ടിയാണ്, അള്ളാഹു തആല പ്രിയപ്പെട്ട മഅദനി ഉസ്താദിന് വേണ്ടിയാണ്. അള്ളാഹു തആല സ്വലാത്തുകൾ സ്വീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ ഖബറിടം അള്ളാഹു ആ സ്വലാത്തിൻ്റെ പോരിച്ച കൊണ്ട് വിശാലമാക്കട്ടെ. ഈ ദിവസത്തിൻ്റെ പോരിച്ച കൊണ്ട് അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. പ്രിയപ്പെട്ട മഅദനി ഉസ്താദിന് അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം അള്ളാഹു നൽകുമാറാകട്ടെ. മറിയം എന്ന വയനാടുള്ള സഹോദരി അള്ളാഹുവിനെ സ്വീകരിക്കണേ റബ്ബേ. അള്ളാഹു കബൂലാക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല തത്സമയം ആരൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുവോ എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന ദുആയോടുകൂടി ഇൻഷാ അല്ലാഹ് അള്ളാഹു തആല സ്വീകരിക്കട്ടെ. നമ്മുടെ ലൈവ് തുടങ്ങുന്ന സമയത്ത് തന്നെ അൽഹംദുലില്ലാഹ് 100ഓളം ആളുകളുടെ അകത്ത് കടന്നു വന്നിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കട്ടെ. ഈ നന്മയെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നവർ, ഇതിൻ്റെ അഡ്മിൻ പാനലുകൾ അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട ഹാഷിഫ് അലി എന്ന സഹോദരൻ, അൽ അമീൻ കുറുജിലക്കാട്, ഷംനാദ് എന്ന വിദേശ രാജ്യത്തിരുന്ന് ഇതിൻ്റെ ലിങ്കുകൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ. പ്രിയപ്പെട്ട സഹോദരിമാർ, അള്ളാഹു എല്ലാവർക്കും അതിൻ്റെ പ്രതിഫലം അള്ളാഹു ഇരട്ടിപ്പിച്ച് സന്തോഷത്തിലാക്കി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ മജ്ലിസിലുള്ള സഹോദരങ്ങളുടെ സഹോദരിമാരുടെ നിങ്ങളുടെ സ്റ്റാറ്റസുകളായി നമ്മുടെ മജ്ലിസുകൾ മാറട്ടെ. നിങ്ങളുടെ സ്റ്റാറ്റസുകളായി മജ്ലിസിൻ്റെ ലിങ്കുകൾ ഇൻഷാ അല്ലാഹ് കഴിവിൻ്റെ പരമാവധി വെക്കുകയും കുടുംബങ്ങളിലേക്കൊക്കെ മറ്റുള്ള കുടുംബത്തിലുള്ള സഹോദരങ്ങളെ വേണ്ടപ്പെട്ടവരെയൊക്കെ നമ്മുടെ മജ്ലിസിലേക്ക് ക്ഷണിക്കുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എന്ന ദുആയോടെ അള്ളാഹുവിനെ സ്മരിക്കാം, റബ്ബിനെ ഓർക്കാം എന്ന ആ ഒരു വിഷയത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അത് അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് ആ സ്മരണയിലായി ജീവിച്ചവർ, അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ ആ സ്മരണയെക്കുറിച്ച് എന്ത് പറയുന്നു, എപ്പോഴാണ് നാം റബ്ബിനെ സ്മരിക്കുന്നത്, എപ്പോഴാണ് നാം റബ്ബിനെ സ്മരിക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊന്ന് ഓർമ്മപ്പെടുത്തി ഒരു ആമുഖ പുസ്തകമായി, ഒരു ഓർമ്മപ്പെടുത്തലായി ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. അള്ളാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ, നമുക്ക് മുമ്പ് ജീവിച്ചിരുന്ന പല മുൻഗാമികളും ഒരുപാട് ചരിത്രങ്ങൾ കേട്ടവരാണ്, പഠിച്ചവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മുമ്പ് ജീവിച്ചിരുന്ന മുൻഗാമികൾ അവർ ജീവിച്ചിരുന്ന പാതകളെക്കുറിച്ച് പഠിക്കാനും പറയാനും പരിചയപ്പെടാനും അവസരങ്ങൾ ഒരുക്കി കൊടുത്തു അത്രേ. ചുരുക്കി ഞാൻ പറയുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നിങ്ങൾക്കറിയുമോ ലോക പ്രശസ്തി നേടിയ കാറ്റ് സ്റ്റീവൻ എന്ന അപരനാമത്തിൽ തൻ്റെ പേരുകൾ കൊണ്ട് പോപ്പ് ഗായകനായി ലോകത്തറിയപ്പെട്ടിരുന്ന ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചിരുന്ന കാറ്റ് സ്റ്റീവൻ എന്ന മഹാമനുഷ്യൻ. അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയായിരുന്നു. ക്രൈസ്തവ കുടുംബത്തിന്റെ പശ്ചാത്തലങ്ങളിൽ ജീവിച്ച് അവസാനം തന്റെ സ്വരമാധുര്യം കൊണ്ട് ലോകത്തെ മുഴുവനും അത്ഭുതപ്പെടുത്തി വിസ്മയിപ്പിച്ച ഒരു കാറ്റ് സ്റ്റീവനെ ലോകം പരിചയപ്പെടുത്തുന്നതായി കാണാൻ കഴിയും. പക്ഷേ നാളുകൾ കഴിയുന്തോറും അദ്ദേഹത്തിന്റെ പ്രശസ്തികൾ വർദ്ധിച്ചു വരുന്നു. ആളുകളുടെ ഇടയിൽ അദ്ദേഹം ഒരു ഐഡന്റിറ്റിയായി മാറാൻ തുടങ്ങി, അദ്ദേഹത്തെ തിരിച്ചറിയാൻ തുടങ്ങി. ഒരു സെലിബ്രിറ്റിയായി അദ്ദേഹം മാറുകയാണ്. അദ്ദേഹത്തിന്റെ പ്രോഗ്രാമുകൾക്ക് ലക്ഷങ്ങൾ വിലമതിക്കുന്ന നിലയിൽ ലോകമറിയപ്പെട്ട ഒരു മഹാമനുഷ്യനായി കാറ്റ് സ്റ്റീവൻ മാറി. പക്ഷേ സംഭവം, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാറ്റ് സ്റ്റീവൻ എന്ന മഹാമനുഷ്യന്റെ ജീവിതത്തിന്റെ അവസാന മേഖലകളിൽ ലണ്ടൻ ഹോസ്പിറ്റലിന്റെ അകത്തളങ്ങളിൽ കഴിയുമ്പോൾ ആ മഹാമനുഷ്യൻ അടുത്തുള്ളതായ തന്റെ മനസ്സിലെന്ന് ആശ്വാസം പകർന്നു കിട്ടാൻ വേണ്ടി മരണത്തിലേക്ക് താൻ കടന്നു പോകുമോ എന്ന് പോലും അറിയാതെ ലണ്ടൻ ഹോസ്പിറ്റലിന്റെ അകത്തളങ്ങളിൽ താൻ ചികിത്സയിൽ കഴിയുന്ന സമയത്ത് തന്റെ മനസ്സിന് ആശ്വാസം കിട്ടുന്നില്ല. ആശ്വാസം കിട്ടാൻ വേണ്ടി അവസാനം ചെയ്ത ഒരേ ഒരു വഴി എന്ന് പറയുമ്പോൾ അടുത്തുള്ള ഒരു കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ സൂറത്തുർ റഹ്മാൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ എന്ന അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ താനൊരു ഗായകനാണ്, ലോകമറിയപ്പെട്ട ഒരു ഗായകനാണ്. അതിനേക്കാൾ മാസ്മരികമായ ഈണത്തോടുകൂടി വിശുദ്ധ ഖുർആനിന്റെ സൂറത്തുർ റഹ്മാൻ തന്റെ ശ്രവണേന്ദ്രിയങ്ങളിലേക്ക് അടിച്ചു കയറിയപ്പോ കാറ്റ് സ്റ്റീവൻ എന്ന മഹാമനുഷ്യൻ അറിയാതെ പറഞ്ഞുപോയി, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്.
അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാൻ തുടങ്ങി, അള്ളാഹുവിന്റെ ഇസ്ലാമിന്റെ തീരങ്ങളിലേക്ക് വരാൻ തുടങ്ങി. ഹബീബായ മുത്തിന് പ്രവാചകനായി അംഗീകരിക്കാൻ ആ മനുഷ്യൻ തീരുമാനിച്ചു. അത്ര എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ട് അവസാനം ആ മനുഷ്യൻ യൂസുഫുൽ ഇസ്ലാം എന്ന അപരനാമത്തിൽ ലോകം മുഴുവനും അറിയപ്പെട്ട ഖുർആനിന്റെ പ്രചാരകനായി, ഖുർആനിന്റെ പ്രവർത്തകനായി, ഖുർആനുമായി ജീവിതത്തെ ചേർത്ത് വെക്കുകയും അവസാനം തന്റെ അക്കൗണ്ടിൽ താൻ ഇത്ര നാളും ഉണ്ടാക്കിയെടുത്ത കോടിക്കണക്കിന് രൂപയുടെ ആസ്തി അവസാനം സ്വിസ് ബാങ്കിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിക്കാൻ പറഞ്ഞിട്ട് അതിൽ നിന്ന് 1 രൂപ പോലും യൂസുഫുൽ ഇസ്ലാമിന് വേണ്ട എന്ന് പറഞ്ഞ് നീണ്ട ദാടിയും നീണ്ട ജുബ്ബയും അണിഞ്ഞുകൊണ്ട് ലോകത്തിന്റെ പല രാജ്യങ്ങളിലേക്ക് മനുഷ്യൻ യാത്ര തുടങ്ങിയെന്നാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവസാനം ആ മനുഷ്യന്റെ ജീവിതം എത്രത്തോളം മാറി മറിഞ്ഞു എന്ന് നിങ്ങൾക്കറിയുമോ? ഫ്ലൈറ്റിലേക്ക് കയറുമ്പോൾ ഫ്ലൈറ്റിലുള്ള എയർ ഹോസ്റ്റസ് അവരോട് ചോദിച്ചു അത്രേ, നിങ്ങളൊരു തീവ്രവാദിയാണോ എന്ന് പോലും ചോദിക്കുന്ന നിലയിൽ നീണ്ട താടി വളർത്തി നീണ്ട ജുബ്ബ അണിഞ്ഞുകൊണ്ട് അത്രയും വലിയ ചൈതന്യത്തോടുകൂടി ജീവിക്കാൻ യൂസുഫുൽ ഇസ്ലാം എന്ന മഹാമനുഷ്യനെ മാറ്റിയെടുത്തതാരാ? അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയാണ് വിശുദ്ധ ഖുർആനായിരുന്നുവെങ്കിൽ. അള്ളാഹു തആല നമുക്കത് പഠിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഹൃദയത്തിന് മാറ്റം സംഭവിക്കണം. എത്ര പ്രാവശ്യമാണ് ഖുർആൻ കേട്ടത്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇമ്പമുള്ള ഖുർആനിന്റെ ഒരു സൂറത്താണ് സൂറത്തുർ റഹ്മാൻ. അത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിന് നല്ല ആശ്വാസമാണ്. കേൾക്കാൻ തന്നെ ഒരു ഇമ്പമുള്ള സൂറത്താണ് സൂറത്തുർ റഹ്മാൻ. അർ റഹ്മാൻ അല്ലമൽ ഖുർആൻ അല്ലമഹുൽ ബയാൻ അശ്ശംസു വൽ ഖമറു ബിഹുസ്ബാൻ വന്നജ്മു വശ്ശജറു യസ്ജുദാൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സൂറത്തുർ റഹ്മാൻ. അല്ലാഹു സൂറത്തുർ റഹ്മാൻ ഇങ്ങനെയാണ് തുടങ്ങുന്നത്. അല്ലാഹു തആല നമ്മുടെ ഹൃദയത്തിലും അല്ലാഹു മാറ്റം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഏത് സമയവും നാം റബ്ബിലേക്ക് ചേരേണ്ടവരാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ രാവിലെ മുതൽ രാത്രി വരെ ഒന്ന് പരിശോധിച്ചാൽ അള്ളാഹുവിനെ കുറിച്ച് പറയാത്ത ഒരു പ്രവർത്തനവും നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. എൻ്റെ പ്രിയമുള്ളവരെ, നാം ചിന്തിച്ചു ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയത്ത് നാം രാത്രി കിടക്കുമ്പോൾ ബിസ്മിക റബ്ബി വദഅതു ജംബി വബിക അർഫഉ യംസക്തി നഫ്സി ഫർഹംഹാ വഇൻ അർസൽതഹാ ഫഹ്ഫളുഹാ ബിമാ തഹ്ഫളു ബിഹി ഇബാദക സ്വാലിഹീൻ. ഈ ദുആ ചൊല്ലിയിട്ടാണ് ഞാൻ നിങ്ങൾ കിടക്കുന്നത്. റബ്ബിനെ വാഴ്ത്തിയിട്ട് അല്ലാഹുവിനെ സ്മരിച്ചിട്ട് ഇലാഹിനെ സ്മരിച്ച് ഓർത്തിട്ടാണ് നാം കിടന്നുറങ്ങുന്നത്. എന്നാലോ ആ ഉറക്കം കഴിഞ്ഞ് സുബഹിക്ക് നാം എഴുന്നേൽക്കുന്ന സമയത്തും റബ്ബിനെയല്ലേ വാഴ്ത്തുന്നത്? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. അല്ലാഹുവേ, ചെറിയൊരു മരണത്തിൽ നിന്ന് എന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന അല്ലാഹ്, നിനക്കാണ് സർവ്വസ്തുതിയും. അല്ലാഹ്, നാം ബാത്റൂമിലേക്ക് കടന്നു പോയാലും അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അല്ലാഹുവേ ഗുഫ്റാനക അൽഹംദുലില്ലാ എന്നാണ് നാം പറയാറുള്ളത്. അല്ലാഹുവിനോട് പൊറുക്കൽ തേടുകയാണ്. റബ്ബേ, നിനക്കാണ് സർവ്വസ്തുതിയും. റബ്ബേ, എന്റെ ബുദ്ധിമുട്ടുകൾ നീക്കി തന്ന അല്ലാഹ്. ആഹാരം കഴിച്ചു കഴിഞ്ഞാലും അവസാനം അൽഹംദുലില്ലാ, അല്ലാഹുവേ നിന്നെ ഞങ്ങൾ വാഴ്ത്തുന്നു. റബ്ബേ, നമ്മുടെ ജീവിതത്തിന്റെ അഖില നിഖില മേഖലകൾ മുഴുവനും അല്ലാഹുവിന്റെ സ്മരണകൾ കൊണ്ട് നിറയ്ക്കപ്പെടുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സ്മരണയെ നമ്മുടെ ജീവിതത്തിന്റെ മേഖലകളിലൂടെ കടത്തി കൊണ്ടുപോകുമ്പോൾ ആ അല്ലാഹുവിലേക്ക് അലിഞ്ഞു ചേരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ആ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ എത്രയോ വലുതാ. എത്ര അനുഗ്രഹങ്ങളുടെ പ്രവാഹമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നിങ്ങൾക്കും ചെയ്തു തന്നത്. അനുഗ്രഹങ്ങളുടെ കലവറയറിയാൻ ആകാശലോകത്ത് നോക്കണമെന്നില്ല. ഈ ഭൂമിയുടെ മുകളിലേക്ക് നിങ്ങൾ നോക്കേണ്ടതില്ല. ഈ കാണുന്ന അത്ഭുതങ്ങളിലൊന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ എവിടേക്ക് നോക്കണമെന്നറിയുമോ? ഏറ്റവും ആദ്യമായി നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ ശരീരത്തിലേക്കാണ്. നിങ്ങളുടെ ശരീരത്തിലേക്ക് നോക്കിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഈ 6 അടി ശരീരം 6 അടി മണ്ണിലേക്ക് കൊണ്ടുവയ്ക്കപ്പെടുന്നതിന് മുമ്പുള്ള നമ്മുടെ ജീവിതമുണ്ടല്ലോ, ആ ജീവിതത്തിലേക്ക് നാം ഒന്നൊരു പുനർവിചിന്തനം നടത്തണം. ഇന്നത്തെ ദിവസം ഞാനും നിങ്ങളും എത്ര നന്മകൾ ചെയ്തോ, എന്തെല്ലാം തിന്മകളാണ് ഞാനും നിങ്ങളും ചെയ്തതെന്ന് ഈ ദിവസം ഞാനും നിങ്ങളും ഒന്ന് നമ്മുടെ സ്വന്തം ശരീരത്തിലൊന്ന് വിചാരണ ചെയ്യാൻ കഴിയണം. എന്നിട്ട് പറയണം, അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, ഞാൻ എത്രയോ പാവങ്ങളുമായി ജീവിക്കുകയാണ് റബ്ബേ. എന്നിട്ട് നിന്റെ പരീക്ഷണങ്ങൾ, മാരകമായ ഒരു പരീക്ഷണവും രോഗവും നീ എന്നെ കൊണ്ട് പരീക്ഷിക്കുന്നില്ലല്ലോ അല്ലാഹ്. നാം ചിന്തിക്കണം, അള്ളാഹുവിനെ എല്ലാ ദിവസവും തെറ്റിന്റെ കൂമ്പാരങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ അള്ളാഹു നമ്മെ പരീക്ഷിക്കുന്നില്ല എന്നല്ല.
നമുക്ക് ഈ കിട്ടിയ അനുഗ്രഹങ്ങൾ, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഈ ഒരു അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങളിലേക്ക് നമുക്ക് നോക്കണം. ഈ ശരീരത്തിന്റെ ആരോഗ്യത്തെക്കുറിച്ച് അതിന്റെ പവർ തിരിച്ചറിയണമെങ്കിൽ എന്നും രാവിലെ എഴുന്നേറ്റ് നമ്മുടെ തൊട്ടടുത്തുള്ള മെഡിക്കൽ കോളേജിലേക്ക് പോയിട്ട് രാവിലെ അവിടെ നിൽക്കണം. അപ്പോഴാണ് അറിയാൻ കഴിയുന്നത് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പറ്റാത്ത, ഒന്ന് കിടക്കാൻ കഴിയാത്ത, ഒന്ന് നല്ല നിലയിൽ പുഞ്ചിരിക്കാൻ കഴിയാത്ത, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ കഴിയാത്ത എത്ര പാവങ്ങളായ സഹോദരങ്ങൾ സഹോദരിമാരാണ്. അവിടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ റബ്ബേ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നവും ഇല്ലല്ലോ അല്ലാഹ് എന്നറിയാതെ റബ്ബിനെ ഓർത്തു പോകും. അത്രയും അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. റഷീദ് മാർക്കറ്റ് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ മക്കളെ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. മക്കളെ അല്ലാഹു ഹാഫിളുൽ ഖുർആനായി അല്ലാഹു ഖബൂലാക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഞാൻ നമ്മുടെ മജ്ലിസിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നതെന്ന് തോന്നുന്നു. ഇൻഷാ അല്ലാഹ് ഏത് നാട്ടുകാരനാണെന്ന് അറിയിക്കുക. അല്ലാഹു ഖബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കട്ടെ. പ്രിയപ്പെട്ട സിദ്ദീഖ് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇടുക്കി ജില്ലയിലാണെന്ന് തോന്നുന്നു. അല്ലാഹു കബൂലാക്കട്ടെ. ആ കുടുംബത്തെ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരൻ, ഞാൻ ചുരുക്കുകയാണ്. 1-2 കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു സ്വീകരിക്കട്ടെ. ഒരുപാട് ആളുകൾ ദുആ വസീയത്ത് അറിയിച്ചിട്ടുണ്ട്. സ്വലാത്തുകൾ അധികരിപ്പിച്ച ഒരുപാട് ആളുകൾ, ഷാഹുൽ ഹമീദ് എന്ന പിതാവ് 313 വെച്ച് ഓരോന്നും ചൊല്ലിയിട്ട് അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ആഗ്രഹങ്ങൾ, നിയ്യത്തുകൾ അല്ലാഹു പരിപൂർണ്ണമായി കബൂലാക്കുകയും ആഫിയത്തും ആരോഗ്യവും അല്ലാഹു നൽകി, ദീർഘായുസ്സും നൽകി, അല്ലാഹു തആല രോഗങ്ങൾക്കൊക്കെ ശമനം നൽകി, അല്ലാഹു സന്തോഷത്തോടു കൂടി ജീവിക്കാൻ മഈശത്തിലൊക്കെ അല്ലാഹു വിശാലത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ട് അല്ലാഹു തആല നൽകിയ അനുഗ്രഹങ്ങൾ അറിയണമെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ഹോസ്പിറ്റലിൻ്റെ മുമ്പിലൊന്ന് പോയി നിൽക്കണം. നമ്മുടെ ശരീരത്തിലേക്ക് നോക്കണം. നാം ആ വിഷയത്തിൽ അശ്രദ്ധരാണ് എന്നാണ് നമുക്ക് പറയാനുള്ള ഒറ്റ കാര്യം. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ കേൾക്ക് ഒരു ഹദീസ് പറഞ്ഞുതരാം ഇൻഷാ അല്ലാഹ്. എന്നിട്ട് ഞാൻ ദുആയിലേക്ക് പോവുക. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഈ ശരീരത്തിലേക്ക് നാം നോക്കിയിട്ട് റബ്ബിനെ കണ്ടെത്താൻ കഴിയുന്നില്ല എങ്കിൽ ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തി തരികയാ. 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് അറബ് ലോകത്തിന്റെ വിരുമാറിലേക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട സഹാബത്തിനോട് പറയുകയാണ്. മദീന യൂണിവേഴ്സിറ്റിയിൽ ഇരുന്നിട്ട് ലോകത്തിന്റെ നായകൻ തന്റെ കൂട്ടുകാരാകുന്ന പ്രവാചകന്റെ കൂട്ടുകാരാകുന്ന സഹാബത്തുൽ കിറാം, ആകാശത്ത് മിന്നിത്തിളങ്ങി നിൽക്കുന്ന നക്ഷത്ര തുല്യരാണ് എന്റെ സഹാബത്തെന്ന് അവരിൽ നിങ്ങൾ ആരെ പിൻപറ്റിയാലും നിങ്ങൾ നന്മയിലേക്കാ പോകുക, നിങ്ങൾ സ്വർഗത്തിലേക്കാണ് പോകുന്നതെന്ന് റസൂലുള്ള പറഞ്ഞ, നിങ്ങൾ നന്മയുടെ പാന്താവ് കാണിച്ചു തരാൻ എന്റെ സഹാബാക്കൾക്ക് കഴിയുമെന്ന് റസൂലുള്ള പറഞ്ഞ ആ സഹാബത്തിനോട് റസൂലുള്ള പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട സഹാബ, അധികം ആളുകളും അശ്രദ്ധയിലാണ് എന്റെ സഹാബ, അധികം ആളുകളും അശ്രദ്ധയിലാണ് സഹാബ. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത വില നിശ്ചയിക്കാൻ കഴിയാത്ത ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. അതിന് 2 അനുഗ്രഹങ്ങൾക്ക് വില നിശ്ചയിക്കാൻ കഴിയില്ല. ആ 2 അനുഗ്രഹങ്ങൾ റസൂലുള്ളാഹി തന്നെ പറയുകയാണ്. ഹബീബായ പ്രവാചകൻ, എനിക്ക് നിങ്ങൾക്കും പഠിക്കാനൊന്ന് ചിന്തിക്കാൻ ഈ രാത്രിയിലൊന്ന് ഓർത്തു പിടിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നിഅമതാനി മഗ്ബൂബതാനി കസീറും മിനന്നാസ്. 2 അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നൽകിയിട്ടുണ്ട്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്കും നൽകിയിട്ടുണ്ട്. ആ 2 അനുഗ്രഹങ്ങളുടെ വിഷയത്തിൽ ഞാൻ നിങ്ങളും അശ്രദ്ധരാണ്. ആ 2 അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് സമയമില്ല. അല്ലാഹു നൽകിയ ആ 2 അനുഗ്രഹങ്ങളെ നാം പുറങ്കാല് കൊണ്ട് ദൂരേക്ക് വലിച്ചെറിയുകയാണ്. ആ അനുഗ്രഹത്തിന്റെ മഹത്വത്തെ നാം തിരിച്ചറിയുന്നില്ല. റസൂലുള്ളാഹി പറയുകയാണ്, നിഅമതാനി മഗ്ബൂബതാനി കസീറും മിനന്നാസ്. 2 അനുഗ്രഹങ്ങളുണ്ട്. 2 അനുഗ്രഹങ്ങളിൽ മനുഷ്യൻ അശ്രദ്ധനാണ്. അവൻ ചിന്തിക്കാറില്ല അനുഗ്രഹങ്ങളെ കുറിച്ച്. ഏതാണ് അനുഗ്രഹം എന്നറിയുമോ? 1 അസ്സിഹത്തു, 2 വൽഫറാ. അസ്സിഹത്തു, ഈ ആരോഗ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആരോഗ്യം അല്ലാഹു നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തആല സിദ്ദീഖ് അദ്ദേഹത്തിന്റെ സഹോദരി വീട്ടിലിരുന്നാണ് കാണുന്നത്. അല്ലാഹു തആല കബൂലാക്കട്ടെ. അല്ലാഹു തആല ആ സഹോദരിയുടെ കുടുംബത്തെ അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ. അവരുടെ മനസ്സിന്റെ മുറാദുകൾ അല്ലാഹു സ്വീകരിക്കട്ടെ. കുടുംബത്തിലുള്ള ശർറുകൾ, പൈശാചികമായ പ്രയാസങ്ങൾ എല്ലാം അല്ലാഹു കാക്കുകയും ആ കുടുംബത്തിൽ ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലാഹു ആഫിയത്തും ആരോഗ്യം ദീർഘായുസ്സും കൊടുക്കട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
അതുകൊണ്ട് രണ്ട് അനുഗ്രഹങ്ങൾ. ഒന്ന് ഇൻഷാ അല്ലാഹ് ഇത് പറഞ്ഞ് ഞാൻ ചുരുക്കുകയാണ്, നമുക്ക് ദുആയിലേക്ക് പോകാം. അല്ലാഹു സ്വീകരിക്കട്ടെ. ഒന്ന് അസിഹത്തു, ഈ ആരോഗ്യമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. ഇതിന്റെ മഹത്വം അറിയണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹോസ്പിറ്റലിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കണം. വീൽ ചെയറിൽ വരുന്ന രോഗി, സ്ട്രെച്ചറിൽ കൊണ്ടുപോകുന്ന രോഗികൾ, ഒന്ന് നടക്കാനോ ഇരിക്കാനോ കഴിയാത്ത എത്ര രോഗികൾ, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ കഴിയാതെ മൂക്കിലൂടെയും വായിലൂടെയും ട്യൂബിട്ട് നടക്കുന്ന എത്ര രോഗികൾ. ആരോഗ്യം വലിയൊരു വിഷയമാണ്. അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾ സഹോദരിമാർക്ക് അല്ലാഹു ആരോഗ്യവും ആഫിയത്തും ദീർഘായുസ്സും അല്ലാഹു നൽകട്ടെ. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളിലാണെങ്കിൽ ഹബീബായ മുത്തു മുസ്തഫാന്റെ പോരിച്ച കൊണ്ട് ചൊല്ലിയ സ്വലാത്തുകളുടെ ദിക്റുകളുടെയൊക്കെ മഹത്വം കൊണ്ട് അല്ലാഹു തആല ആരോഗ്യവും ആഫിയത്തും അല്ലാഹു നൽകട്ടെ. ശരീരത്തിന് നല്ല ഉന്മേഷം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. എനിക്കും നിങ്ങൾക്കും അല്ലാഹു നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ആമീൻ പറ. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഒന്ന് അസ്സിഹത്തുവിന്റെ ആരോഗ്യമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ റസൂലുള്ള ആരോഗ്യമാണെന്ന് പറയുമ്പോൾ രണ്ടാമത് റസൂലുള്ള പറയുകയാണ് വൽ ഫറാ. ഒന്നാമത്തെ വിഷയത്തെ ചർച്ച ചെയ്താൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഈ അരമണിക്കൂറോ 1 മണിക്കൂറോ മതിയാകില്ല. പക്ഷെ ഞാൻ ചുരുക്കി പറയുകയാ, നമ്മുടെ ശരീരത്തിലേക്കൊന്ന് നോക്കാൻ നമുക്ക് കഴിയണം. ഈ 6 അടി ശരീരത്തിലേക്ക് നിങ്ങളൊന്ന് നോക്കിയിട്ട് അള്ളാഹിനെ കുറിച്ചൊന്ന് സ്മരിക്കണേ, അള്ളാഹിനെ കുറിച്ചൊന്ന് ഓർക്കണേ, റബ്ബിനെ നിങ്ങൾ വാഴ്ത്തണേ. കാരണം എന്തെന്നറിയുമോ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ശരീരത്തിന്റെ ഉള്ളിൽ നമ്മുടെ ശരീരം പൂർണ്ണാരോഗ്യത്തോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സമ്മാനമായി നൽകിയിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു അവയവത്തിന് കോട്ടം സംഭവിക്കപ്പെട്ട സഹോദരങ്ങളെ ചുരുക്കി പറയുകയാണ്, നമ്മുടെ ശരീരത്തിന്റെ പ്രധാനപ്പെട്ട 2 അവയവങ്ങളാണ് നമ്മുടെ വൃക്ക. ആ വൃക്കയ്ക്കെങ്ങാനും കോട്ടം സംഭവിക്കപ്പെട്ട പിന്നെ നമ്മുടെ ജീവിതത്തിന്റെ താളം തെറ്റുകയല്ലേ. എങ്ങനെയാണ് വൃക്ക എന്ന് പറയുന്ന ആ ഒരു അവയവം നമുക്ക് ഇത്രയും വലിയ സുഖ സൗകര്യങ്ങൾ ഒരുക്കി തരുന്നതെന്നറിയുമോ? അള്ളാന്റെ ഖുദ്റത്തിനെ പഠിക്കണേ, റബ്ബിന്റെതായ ഖുദ്റത്തിനെ പഠിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ കുറിച്ച് പഠിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ നട്ടെല്ലിന്റെ 2 ഭാഗത്തിരിക്കുന്ന വെറും 11 സെന്റിമീറ്റർ നീളമുള്ള 8 സെന്റിമീറ്റർ വീതിയുള്ള വെറും 140 ഗ്രാം തൂക്കമുള്ള വൃക്ക എന്ന് പറയുന്ന അനുഗ്രഹത്തെ കുറിച്ച് ചിന്തിക്കാൻ കഴിയുമോ? ആ വൃക്ക ഉള്ളത് കൊണ്ടല്ലയോ നമുക്കൊരു മനുഷ്യന് ശരാശരി ഒരു ദിവസം 1.5 ലിറ്റർ മൂത്രമെങ്കിലും പുറത്തേക്ക് തള്ളണം, അല്ലെങ്കിൽ അവന് രോഗം പിടിപെടും, അവന്റെ കിഡ്നി സംബന്ധമായ പ്രയാസങ്ങൾ അനുഭവപ്പെടുക, അവന്റെ ശരീരം വിയർക്കാൻ തുടങ്ങുക. കിഡ്നി എങ്ങാനും ഒന്ന് ഫയലായി കഴിഞ്ഞാൽ, കിഡ്നിക്ക് എങ്ങാനും കോട്ടം സംഭവിക്കപ്പെട്ട, നമ്മുടെ വൃക്കയ്ക്കെങ്ങാനും കോട്ടം സംഭവിക്കപ്പെട്ട് കഴിഞ്ഞാൽ സഹോദരങ്ങളെ ജീവിതം തകർച്ചയിലേക്കാ. നമ്മുടെ ശരീരത്തിൽ 5 ലിറ്ററോളം വരുന്ന ബ്ലഡാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. ഒരാണിന്റെ ശരീരത്തിൽ 5 ലിറ്റർ ബ്ലഡാണ്, ഒരു പെണ്ണിന്റെ ശരീരത്തിലോ 4 ലിറ്റർ ബ്ലഡാണ്. പക്ഷേ ഈ ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യപ്പെടണം എത്രത്തോളം എന്നറിയുമോ? 24 മണിക്കൂറിന്റെ ഉള്ളിൽ 1350ഓളം ലിറ്റർ ബ്ലഡാണ് നമ്മുടെ ശരീരത്തിലൂടെ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ 350ഓളം പ്രാവശ്യമാണ് ആ 5 ലിറ്റർ ബ്ലഡ് ഇങ്ങനെ നമ്മുടെ ശരീരത്തിലൂടെ സഞ്ചരിച്ച് 1350 ലിറ്ററോളം വരുന്ന നിലയിൽ കടന്ന് ഇങ്ങനെ ബ്ലഡ് സർക്കുലേഷൻ നടക്കുകയാ. അങ്ങനെ ബ്ലഡ് സർക്കുലേഷൻ നടക്കുമ്പോൾ ആ ബ്ലഡിനെയാണ് ശുദ്ധീകരിച്ച് മൂത്രമായി നമുക്ക് ഈ ലോകത്തേക്ക് കളയാനുള്ള അവസരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി തരുന്നതെങ്കിൽ അള്ളാഹിന്റെ അനുഗ്രഹം ഒന്ന് ചിന്തിച്ചു നോക്കണേ, റബ്ബിന്റെ അനുഗ്രഹത്തെ ഒന്ന് ചിന്തിച്ചു നോക്കണേ. അള്ളാഹിനെ കുറിച്ച് തിരിച്ചറിയാൻ ഈ ഒരു അവയവത്തിലേക്ക് നോക്കിയാ മതിയെ. സഹോദരങ്ങളെ, ഈ ബ്ലഡ് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യപ്പെടുമ്പോ എപ്പോഴെങ്കിലും ഒരു തടസ്സം അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ താളം തെറ്റുകയാണ്, വൃക്ക തകരാറിലാവുകയാണ്. ഒരു പ്രാവശ്യം ചികിത്സയ്ക്ക് പോകുമ്പോൾ കുറഞ്ഞത് 5000 രൂപയെങ്കിലും വേണ്ടി വരും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത്രയും നാട് ജീവിച്ച എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ, നിങ്ങൾ 20 വയസ്സുള്ളവരുണ്ട്, 30 വയസ്സുള്ളവരുണ്ട്, 40 വയസ്സുള്ളവരുണ്ട്, 50ഉം 60ഉം വയസ്സുള്ള ആളുകൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇതേവരെ അള്ളാഹു വൃക്കയ്ക്ക് ഒരു തടസ്സം വരുത്തിയില്ലല്ലോ. വൃക്കയുടേതായ അകത്തളങ്ങളിലൂടെ ബ്ലഡ് സർക്കുലേഷൻ നടക്കുമ്പോ ഇതേവരെ അള്ളാഹു അതിനൊരു തടസ്സവും അള്ളാഹു സൃഷ്ടിച്ചില്ല. അള്ളാഹു ഒരു തടസ്സവും തന്നില്ലല്ലോ. അള്ളാഹിന്റെ
അനുഗ്രഹങ്ങളെ തിരിച്ചറിയാൻ നാം പഠിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ. ഇത്രയും വലിയ അത്ഭുതങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം തിരിച്ചറിയണം, മനസ്സിലാക്കണം, റബ്ബിനെ കുറിച്ച് ഓർക്കാൻ കഴിയണം. എത്രത്തോളമാണ് നമ്മുടേതായ ഞരമ്പുകളെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ ഞാൻ നിർത്തുകയാണ്. സ്വലാത്തിലേക്ക്, ദിക്റിലേക്ക്, ദുആയിലേക്ക് ഞാൻ കടക്കുകയാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എണ്ണിയാൽ തീരാത്ത അനുഗ്രഹങ്ങളാ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതുപോലെ ആകാശലോകത്ത് മിന്നി തിളങ്ങി നിൽക്കുന്ന നക്ഷത്രങ്ങളെ നിങ്ങൾക്ക് എണ്ണി തീർക്കാൻ ഒരുപക്ഷേ കഴിഞ്ഞേക്കാം. ഈ മണൽത്തരികളെ നിങ്ങൾക്ക് എണ്ണി തീർക്കാൻ കഴിഞ്ഞേക്കാം. ഈ മലകളെയും മാമലകളെയും വൃക്ഷലതാദികളെയും നിങ്ങൾക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിഞ്ഞേക്കാം. പക്ഷേ നിങ്ങൾക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത ഒരേ ഒരു കാര്യമുണ്ട്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതുപോലെ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ഉണ്ടല്ലോ, ഈ അനുഗ്രഹങ്ങളുടെ കലവറ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല. എന്തിനു പറയണം, നമ്മുടേതായ ശരീരത്തിന്റെ ഉള്ളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിരിക്കുന്ന ഈ ഞരമ്പുകളിലേക്കൊന്ന് നോക്കണേ. എത്രത്തോളമാണ് അല്ലാഹുവിന്റെ അത്ഭുതത്തെ കാണാൻ കഴിയുക. എന്റെയും നിങ്ങളുടെയും ഈ ശരീരത്തിന്റെ ഉള്ളിലെ തലയോട്ടിയുടെ ഉള്ളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബർ ചുറ്റി വെച്ചിരിക്കുന്നത് പോലെ ഞരമ്പിനെ ചുറ്റി വെച്ചിരിക്കുകയാണ്. ആ ഞരമ്പിനെ ചുറ്റി വെച്ചിരിക്കുകയാണ്. എത്രത്തോളം കിലോമീറ്റർ ദൂരേക്ക് സഞ്ചരിക്കുമെന്നറിയുമോ? നമ്മുടെ വീട്ടിൽ നിന്ന് 72 കിലോമീറ്ററോളം ദൂരം സഞ്ചരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ശരീരത്തിലെ ഞരമ്പുകളൊന്ന് നാം നിൽക്കുന്ന സ്ഥലത്ത് നിന്നൊന്ന് ആ ഞരമ്പുകളെ ഇങ്ങനെ അഴിച്ചൊന്ന് വിട്ടു കഴിഞ്ഞാൽ ഏതാണ്ട് 72 കിലോമീറ്ററോളം ദൂരം സഞ്ചരിക്കുന്ന ഞരമ്പുകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ തലയോട്ടിയുടെ ഉള്ളിൽ, നമ്മുടെ ശരീരത്തിന്റെ ഉള്ളറകളിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചുറ്റി വെച്ചിരിക്കുന്നത്. ഇതേവരെ ആ ഞരമ്പുകൾക്കൊരു തടസ്സം സംഭവിക്കപ്പെട്ടില്ലല്ലോ മനുഷ്യ. അല്ലാഹുവിനെ കുറിച്ച് ഓർക്കാൻ ഇത് മാത്രം പോരെ, റബ്ബിന്റെ അത്ഭുതങ്ങൾ അറിയാൻ, അല്ലാഹുവിന്റെ അത്ഭുതങ്ങൾ അറിയാൻ. ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞത് സൂറത്തുൽ ഫാത്തിഹയാണ്. ആ ഫാത്തിഹയുടെ തുടക്കം തന്നെ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. റബ്ബേ നിനക്കാണ് സർവസ്തുതിയും, അല്ലാഹ് നിനക്കാണ് സർവസ്തുതിയും റബ്ബേ. എന്തുകൊണ്ടാണ് പറയുന്നത്? എന്തുകൊണ്ടാണ്? ജീവിതത്തിന്റെ മേഖലകളിൽ അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾ അത് വിലമതിക്കാൻ കഴിയാത്തതാണ്. അതുകൊണ്ടാണ് ഉറങ്ങുമ്പോഴും റബ്ബേ ബിസ്മിക റബ്ബി വദഅതു ജംബി വബിക അർഫഉ ഇൻ അംസക്ത നഫ്സി ഫർഹംഹാ വഇൻ അർസൽതഹാ ഫഹ്ഫൾഹാ ബിമാ തഹ്ഫളു ബിഹി ഇബാദക സ്വാലിഹീൻ. ഉറക്കെഴുന്നേൽക്കുമ്പോൾ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് എന്നെ കൊണ്ടുവന്ന അല്ലാഹ്. ഇപ്പോൾ റബ്ബിനെ ഓർക്കുകയാണ് അല്ലാഹു. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു ചിന്തിക്കാൻ തൗഫീഖ് നൽകട്ടെ. നമുക്ക് ചിന്തിക്കാൻ ആ ഒരു മനസ്സില്ല എന്ന് തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ ശൈലികൾ മാറി, സാമ്പത്തികം കുന്നുകൂടിയപ്പോൾ, നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ അധികരിച്ചപ്പോൾ അള്ളാഹുവിനെ മറക്കുന്ന ഒരു സമൂഹമായി മാനവ സമൂഹം മാറി. അതിൽ ഞാനും നിങ്ങളും ഒക്കെ പെടും. അള്ളാഹു താല നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു താല നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരൻ, നമുക്ക് നമ്മുടെ സ്വഭാവം വല്ലാത്തൊരവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയാം. അതുകൊണ്ടാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയില്ല. നമ്മുടെ ഹൃദയങ്ങൾ അശ്രദ്ധയിലാണ്, നമ്മുടെ ചിന്തകൾ അശ്രദ്ധയിലാണ്, നമ്മുടെ ജീവിതം അശ്രദ്ധയിലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ചിന്തകൾ മാറി മറിഞ്ഞു. പിശാചും നമുക്കില്ലാത്ത ഒരു സ്വഭാവവുമില്ല. ചുരുക്കി പറയുകയാണെങ്കിൽ മനുഷ്യനാണ് അല്ലാഹു ഏറ്റവും കൂടുതൽ ബഹുമാനിച്ചത്. ആ മനുഷ്യൻ ഇപ്പൊ ഇല്ലാത്ത ഒരു സ്വഭാവവുമില്ല. എല്ലാ മൃഗത്തിന്റെയും സ്വഭാവമുണ്ട്. കവി പറഞ്ഞതുപോലെ, കവി പറഞ്ഞത് എത്രയോ സത്യമാണ്. ചെന്നായ ചെമ്പോത്ത് പോത്തു ചീറ്റപ്പുലി പന്നി പാമ്പെന്തെല്ലാം ഉണ്ടിവനിൽ സിട്ടാവ് പോലും ഭയം മൂലമാറിടാം വിട്ടുകൊടുത്തു മർത്യനു വിഷം. മർത്യനോ മർത്യന്റെ ചോര കൂടിക്കണം. മർത്യനിൽ ബുദ്ധിമാനല്ല മർത്യൻ. നമ്മുടെ സ്വഭാവത്തെ കുറിച്ച് കവി പറയുകയാണ്, എല്ലാ സ്വഭാവവും നമ്മുടെ കയ്യിലുണ്ട് എന്നാണ്. എല്ലാ മൃഗത്തിന്റെ സ്വഭാവവും മനുഷ്യന്റെ കയ്യിൽ വന്നു കഴിഞ്ഞു. എന്താണ് അത്രയും മനുഷ്യൻ മോശപ്പെട്ട അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞു. സ്വന്തം മക്കളെ തിരിച്ചറിയാൻ കഴിയാത്ത, സ്വന്തം ഭാര്യയെ തിരിച്ചറിയാൻ കഴിയാത്ത, സ്വന്തം അമ്മയും ഉമ്മയെയും തിരിച്ചറിയാൻ കഴിയാത്ത മക്കൾ ജീവിക്കുന്ന കാലമായി മൃഗത്തെക്കാൾ അധംപതിച്ചു പോയ ഒരു സമൂഹത്തിന്റെ നടുവിലേക്ക് നാം ചെന്നെത്തുകയാണ്. അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകണം, നമ്മെ കാക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് ചെന്നായ ചെമ്പോത്ത് പോത്തു ചീറ്റപ്പുലി പന്നി പാമ്പെന്തെല്ലാം ഉണ്ടിവനിൽ.
പോത്തിൻ്റെ സ്വഭാവമുണ്ട്, ചെന്നായയുടെ സ്വഭാവമുണ്ട്, പുലിയുടെ സ്വഭാവമുണ്ട്, പോത്തിൻ്റെ സ്വഭാവമുണ്ട്, പാമ്പിൻ്റെ സ്വഭാവം, എല്ലാത്തിൻ്റെ സ്വഭാവം മനുഷ്യൻ കടന്നു കയറി പിടിച്ചെടുത്തു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കി. മനുഷ്യൻ വല്ലാതെ മാറിപ്പോയി. ലോകം അവസാനിക്കുന്ന സമയം അടുത്തു എന്നതിൻ്റെ തെളിവ് തന്നെയാണ് ഇതൊക്കെ. നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ മാറി വന്നു. അള്ളാഹ് തന്നെ പേടിച്ചു പോയി എന്ന കവി പറയുകയാണ്. സിട്ടാവ് പോലും ഭയം മൂലമാകിടാം വിട്ടുകൊടുത്തു മർത്യന്നു വിഷം. ഈ മനുഷ്യന്റെ സ്വഭാവം കണ്ടിട്ട് ദൈവം തന്നെ എന്ത് ചെയ്തു? പേടിച്ച് മനുഷ്യന്റെ കൈകളിലേക്ക് എല്ലാം കൊടുത്തു എന്ന് കവി പറയുകയാണ്. കാരണം അത്രയ്ക്ക് ചെയ്തു കൂട്ടുന്നുണ്ട് മനുഷ്യൻ ഈ ഭൂമി ലോകത്ത്. ഈ ആകാശത്തിന് താഴെയും ഭൂമിയുടെ മുകളിലും മനുഷ്യൻ ചെയ്തു കൂട്ടാത്ത കാര്യങ്ങളില്ല എന്ന് സാരം. മർത്യനോ മർത്യന്റെ ചോര കൂടിക്കണം, മർത്യനിൽ ബുദ്ധിമാനല്ല മർത്യൻ. സഹോദരന്റെ ചോര കുടിക്കണം. പാപ്പ മരിച്ചു, സ്വത്തിന് തർക്കം നടക്ക അവസാനം അനുജനും ചേട്ടനും തമ്മിൽ കയ്യാങ്കളിയിലെത്തി, കത്തിയെടുത്തു, കുത്തപ്പെടുന്നു. അതല്ലെങ്കിൽ തമ്മിൽ തല്ലി നടക്കുന്ന അതിലൊരാൾ മരണപ്പെടുന്നു സ്വത്തിന് വേണ്ടി. അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി മനുഷ്യനെ തന്നെ കൊല്ലുന്ന കാര്യം. അല്ലാഹു തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തആല കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ജീവിതത്തെ ധന്യമാക്കാൻ അല്ലാഹു എനിക്ക് നിങ്ങൾക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആയിലേക്ക് പോകാം. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരുപാട് ആളുകൾ ദിക്റുകൾ ചൊല്ലിയവർ. പ്രിയപ്പെട്ട ഷാഹുൽ ഹമീദ് എന്ന പിതാവ് അല്ലാഹു തആല കബൂലാക്കട്ടെ. അദ്ദേഹം ചൊല്ലിയ എന്തെല്ലാം ദിക്റുകൾ ഔറാദുകളുണ്ടോ അല്ലാഹു എല്ലാം നീ സ്വീകരിക്കുക റബ്ബേ. അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ഉള്ളിൽ ആഗ്രഹവും അഭിലാഷവും അറിയുന്നവൻ നീയാണ് റബ്ബേ. പടച്ചവനെ അദ്ദേഹത്തിന്റെ ഭാര്യയെ നീ സ്വീകരിക്കുക റബ്ബേ. ആഫിയത്തും ആരോഗ്യം കൊടുക്കുക റബ്ബേ. പെട്ടെന്നുണ്ടാകാൻ സാധ്യതയുള്ള അപകടങ്ങൾ, മരണങ്ങൾ, ദുരന്തങ്ങളിൽ നിന്ന് നീ അവരെ കാക്കണേ റബ്ബേ. ശരീരത്തിന്റെ ആരോഗ്യം മരണം വരെ നിലനിർത്തണേ റബ്ബേ. അല്ലാഹു നീ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്ന് കാക്കണേ റബ്ബേ. കച്ചവട മാർഗ്ഗങ്ങളിലൊക്കെ നീ വിശാലത കൊടുക്കണേ റബ്ബേ. കുടുംബത്തിൽ നീ ഐശ്വര്യവും സമാധാനവും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹു തആല സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല കബൂലാക്കുമാറാകട്ടെ. റസാൻ എന്ന ബ്ലോഗ്, നിങ്ങളെ പേരൊന്ന് അറിയിക്കുക. റസാൻ ബ്ലോഗ് എന്ന യൂട്യൂബ് ചാനൽ 4 മക്കൾക്കും പരീക്ഷയിൽ മികച്ച വിജയം നേടാൻ പ്രാർത്ഥിക്കണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ആ മക്കൾക്ക് അല്ലാഹു ഉന്നത പഠന മേഖലകളിൽ അല്ലാഹു പുരോഗതിയും ഉയർച്ചയും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തആല സജന ഹാഷിഫ് അലി ഉമ്മ ദിക്ർ ചൊല്ലിയിട്ടുണ്ട്. സലീന എന്ന മാതാവ് അല്ലാഹു തആല സ്വീകരിക്കട്ടെ. 1800 ദിക്ർ, ഫാത്തിഹ 1113, ഇഖ്ലാസ് 313, യാസീൻ 7, ലാഹുൽ 1600, സലാമും ഖൗലം റബ്ബിറഹി 631. ഇൻഷാ അല്ലാഹ് അല്ലാഹു നീ സ്വീകരിക്കുക റബ്ബേ. വായിച്ചതൊക്കെ അവരുടെ നിയത്തുകൾ സ്വീകരിക്കപ്പെടാൻ ഒരു സബബാക്കി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹു കബൂലാക്കി അനുഗ്രഹിക്കട്ടെ. അവരുടെ ആഗ്രഹങ്ങൾ എന്താണോ, നിയത്ത് ആസ്പദം എന്ത് നിയത്താണോ അവരുടെ മനസ്സിലിരിക്കുന്നത്, ആ നിയത്തുകൾ പരിപൂർണമായി സ്വീകരിക്കപ്പെടാൻ അല്ലാഹു ഈ ഓതിയതൊക്കെ ഒരു സബബാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്ന ഷിയാസ് എന്ന സഹോദരൻ, അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ അല്ലാഹു പുരോഗതി നൽകട്ടെ. കച്ചവട മാർഗ്ഗങ്ങളിൽ അല്ലാഹു പുരോഗതി നൽകട്ടെ. അദ്ദേഹത്തിന്റെ മക്കളിൽ അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. ഭാര്യയിൽ, മാതാപിതാക്കളിൽ അല്ലാഹു തആല ബറക്കത്തും ഖൈറും അല്ലാഹു ഇപ്പോഴും ചൊരിയുമാറാകട്ടെ. എല്ലാവിധ അപകടങ്ങൾ, ദുരന്തങ്ങളിൽ നിന്ന് അദ്ദേഹത്തെയും കുടുംബത്തെയും അല്ലാഹു കാക്കുമാറാകട്ടെ. ഹലീം എന്ന സഹോദരി ഇൻഷാ അല്ലാഹ് എല്ലാ വിഷമങ്ങളും അസുഖങ്ങളും മാറാൻ വേണ്ടി ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല മുത്തു മുസ്തഫാന്റെ പോലിച്ചുകൊണ്ട് അവിടെ അസുഖങ്ങളും ദുഃഖങ്ങളൊക്കെ അല്ലാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാ ബുദ്ധിമുട്ടുകളും അല്ലാഹു നീക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ദിക്ർ ചൊല്ലി നമുക്ക് ദുആയിലേക്ക് കടക്കാം. അല്ലാഹു സ്വീകരിക്കട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. എല്ലാവരും എന്നോടൊപ്പം ചെല്ലും ഇൻഷാ അല്ലാഹ്. ഒരുപാട് ആളുകൾക്ക് എന്നോടൊപ്പം ചെല്ലാൻ പറ്റുന്നില്ല എന്ന് പ്രായമായ ഒരുപാട് ഉപ്പമാർ കാണുന്നുണ്ട്. അവർക്ക് ചെല്ലാൻ പറ്റുന്നില്ല എന്ന് ഇൻഷാ അല്ലാഹ് നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചൊല്ലും. അല്ലാഹു സ്വീകരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ലാ ഹൗല ഇൻഷാ അല്ലാഹ് ഒരു 10 എണ്ണം 11 എണ്ണം ഇൻഷാ അല്ലാഹ് നമ്മുടെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു 10 പേര് കൂടെ എന്നോടൊപ്പം ചെല്ലണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അത് 100 101 മാറും. അല്ലാഹു സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ചൊല്ലുന്ന 10 പേരെ അറിയിക്കണം ഇൻഷാ അല്ലാഹ്. ഞാൻ ചൊല്ലിയിട്ടുണ്ട്. ഒരു 11 എണ്ണം എന്നോടൊപ്പം ചൊല്ലും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം.
لا حول ولا قوة إلا بالله العلي العظيم 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 ഇൻഷാല്ലാ പെട്ടെന്ന് അറിയിക്കും ചെല്ലിയവരൊക്കെ അല്ലാഹു സ്വീകരിക്കട്ടെ. ഒരാൾ 11 വെച്ചാകുമ്പോൾ ഇൻഷാല്ലാ 10 വരെ ചെല്ലുമ്പോൾ അത് 101 നമുക്ക് ദുആ ചെയ്യാനുള്ള ഒരു കണക്കാവും. അല്ലാഹു സ്വീകരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സലാമുൻ ഖൗലൻ മിർ റബ്ബിർ 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 റഹീം. അൽഹംദുലില്ലാ അൽ അമീൻ ചൊല്ലിയിട്ടുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ 20 അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു ഖബൂലാക്കുമാറാകട്ടെ. അല്ലാഹു തആല ആരൊക്കെ ചൊല്ലുന്നുണ്ടോ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു അല്ലാഹു എല്ലാവരെയും സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു തആല പരിപൂർണമായി ഖബൂലാക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാ ഹയ്യു യാ ഖയ്യൂം 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 യാ ഹയ്യു യാ ഖയ്യൂം. അല്ലാഹു സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാ അൽ അമീൻ ചൊല്ലി ഹലീം എന്ന സഹോദരി ചൊല്ലുന്നുണ്ടെന്ന് അറിയിക്കുന്നു അല്ലാഹു. അപ്പോൾ 30 ലാ ഹൗല അയച്ചാൽ നിങ്ങൾ ചൊല്ലിയവരൊക്കെ അറിയിക്കുക. അല്ലാഹു കബൂലാക്കട്ടെ. നമുക്ക് 101 ആക്കണം ഇൻഷാ. ഇല്ലെങ്കിൽ എല്ലാവരും ചൊല്ലുന്നുണ്ട് എന്നറിയാം, കമൻറ്റ് വരാനുള്ള താമസമാണെന്ന് അറിയാം. അല്ലാഹു തആല ചൊല്ലിക്കൊണ്ടിരുന്ന എല്ലാവരെയും അല്ലാഹു സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാ ഷാഹുൽ ഹമീദ് എന്ന പിതാവ് അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അദ്ദേഹം ചൊല്ലിയ ദിക്റുകൾ 313 313 വെച്ച് ഒരുപാട് ദിക്റുകൾ ചൊല്ലി സ്വലാത്തുകൾ അല്ലാഹു നീ സ്വീകരിക്കണേ റബ്ബേ. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. അല്ലാഹു തആല പരിപൂർണമായി അത് സ്വീകരിച്ച് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ പ്രയാസങ്ങളൊക്കെ നീക്കി കൊടുക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയ ഒരു പ്രിയപ്പെട്ട നാസർ എന്ന സഹോദരൻ്റെ ഖബറിടം അല്ലാഹു വിശാലമാക്കട്ടെ. അബ്ദുൽ മജീദ് എന്ന പിതാവ് കണിയാപുരത്ത് നിന്നാണ്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാ അപ്പോൾ 40 കഴിഞ്ഞിട്ടുണ്ട്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു കബൂലാക്കി അനുഗ്രഹിക്കട്ടെ. 100 101 ഇൻഷാല്ലാ. അപ്പോൾ ബാക്കി ചൊല്ലിയവരൊക്കെ അറിയിക്കും. അല്ലാഹു ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു തആല തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ സഹോദരങ്ങളെയും അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. അല്ലാഹു തആല ജസ്ന എന്ന സഹോദരിയാണ്, വീട്ടിൽ വെച്ച് നടത്തുന്ന ഒരു നൈറ്റി ബിസിനസ്സാണ്. ഇൻഷാല്ലാ അല്ലാഹു തആല ആ ചെറിയ കച്ചവടമാണെങ്കിലും അല്ലാഹു ഖൈർ നൽകട്ടെ. ഉന്നതങ്ങളിലേക്ക് ബിസിനസ്സുകൾ പുരോഗതിയിലേക്ക് എത്താൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ജസ്ന എന്ന പ്രിയപ്പെട്ട സഹോദരി അല്ലാഹു തആല കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തആല എല്ലാവിധ ഖൈറിൻ്റെയും വാതിലുകൾ അല്ലാഹു തുറന്നു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു തആല സലീന എന്ന പ്രിയപ്പെട്ട മാതാവ് ചൊല്ലിയ ദിക്റുകൾ അല്ലാഹു നീ സ്വീകരിക്കണേ റബ്ബേ. അല്ലാഹു ഇഖ്ലാസടക്കം അല്ലാഹു സ്വലാത്തുകൾ നീ പരിപൂർണമായി കബൂലാക്കണേ തമ്പുരാനെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്ന സിദ്റത്തുൽ മുൻതഹീനെ പ്രാർത്ഥനാ മജ്ലിസ് കണ്ടുകൊണ്ടിരിക്കുന്ന ആരെല്ലാം അല്ലാഹു ചൊല്ലിയിട്ടുണ്ടോ എല്ലാവരെയും നീ കബൂലാക്കണേ റബ്ബേ. അല്ലാഹു നീ സ്വീകരിക്കണേ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങളൊക്കെ മാറാൻ നമ്മുടെ സദസ്സിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ പ്രയാസങ്ങൾ നീങ്ങാൻ അല്ലാഹു തആല നമ്മുടെ സദസ്സ് ഇവിടെ ചൊല്ലുന്ന ദിക്ർ, ദുആ, സ്വലാത്ത് അല്ലാഹു ഒരു സബബാക്കി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. വേറെ ആരും ചൊല്ലിയിട്ടില്ലേ? അല്ലാഹു സ്വീകരിക്കും. ഇത്രയും കണ്ടുകൊണ്ടിരിക്കുന്ന ഇത്രയും ആളുകളിൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന് ചൊല്ലിയവരൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ എല്ലാവരും മിണ്ടാതിരിക്കുകയാണ്.
ഒരു 11 ചൊല്ലിയവർ ഇൻഷാ അല്ലാഹ് അറിയിക്കുക എന്നോടൊപ്പം. അള്ളാഹു സ്വീകരിക്കട്ടെ. ഹാഷിഫ് അലി, അള്ളാഹു താല പ്രിയപ്പെട്ട ഹാഷിഫ് അലി സജ്ജന എന്ന ദമ്പതികളുടെ ജീവിതത്തിൽ അള്ളാഹു ഖൈറും ബറക്കത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പൊന്നുമകളെ അള്ളാഹു സ്വീകരിക്കട്ടെ, ദീർഘായുസ് നൽകുമാറാകട്ടെ. പഠന മേഖലകളിൽ അള്ളാഹു പുരോഗതി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിൻ്റെ അഡ്മിൻ പാനലുകൾ അള്ളാഹു ഇനി എല്ലാവരെയും സ്വീകരിക്കണേ തമ്പുരാനെ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു താല വാട്സപ്പിലൂടെ ദുആ വസിയത്ത് അറിയിച്ചുകൊണ്ടിരിക്കുന്ന ആശിക്കുന്ന മലപ്പുറത്തുള്ള കൊണ്ടോട്ടിയിലുള്ള പ്രിയപ്പെട്ട സഹോദരൻ അള്ളാഹു തആല അദ്ദേഹത്തിൻ്റെ ആ ദുആ വസിയത്ത് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു കബൂലാക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ആ പ്രയാസങ്ങൾ നീക്കി കൊടുക്കട്ടെ. അദ്ദേഹം ആർക്ക് വേണ്ടിയൊക്കെയാണോ ദുആ വസിയത്ത് ചെയ്യുന്നത് അള്ളാഹു സുബ്ഹാനഹു തആല പരിപൂർണമായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ. ഷിയാസ് എന്ന സഹോദരൻ അള്ളാഹുവിനെ സ്വീകരിക്കണേ റബ്ബേ. 11 ലാ ഹൗല. അപ്പോൾ ഇൻഷാ അല്ലാഹ് 55ഓളം ആയിട്ടുണ്ട്. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. അള്ളാഹുവിനെ സ്വീകരിക്കണേ റബ്ബേ. ജസ്ന എന്ന സഹോദരി അള്ളാഹു സ്വീകരിക്കട്ടെ. അപ്പോൾ 66 അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ലാ ഹൗലയുടെ മഹത്വം കൊണ്ട് അള്ളാഹു തആല 101 ഇൻഷാ അല്ലാഹ്. അള്ളാഹു സ്വീകരിക്കട്ടെ. പ്രിയപ്പെട്ട മുജീബ് റഹ്മാൻ അള്ളാഹു കബൂലാക്കട്ടെ. അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകം ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാം. അള്ളാഹു സ്വീകരിക്കട്ടെ. നമുക്കറിയാമല്ലോ ഈ അടുത്ത സമയത്ത് ഒരു 3 മാസങ്ങൾക്ക് മുമ്പ് ഒരു ട്രെയിൻ ദുരന്തം നടന്ന സംഭവം. ട്രെയിനിൽ തീ വെക്കുകയും ആ ട്രെയിനിൽ തീ വെച്ച് തീ പടർന്ന് പന്തലിച്ചപ്പോൾ ആ വെപ്രാളത്തിൽ ഒരു സഹോദരിയും കുഞ്ഞും എടുത്ത് ദൂരേക്ക് ചാടി. അത് പ്രിയപ്പെട്ട ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മുജീബ് റഹ്മാൻ മലപ്പുറത്തുള്ള എൻ്റെ പ്രിയപ്പെട്ട ആത്മമിത്രമായ സ്നേഹം സമ്മാനിക്കുന്ന ആ പ്രിയപ്പെട്ട സഹോദരൻ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ട സഹോദരിയാണ്. അള്ളാഹു ആ കുഞ്ഞിന് ആ മാതാവിന് അള്ളാഹു മഗ്ഫിറത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു തആല ജീവിതത്തിലെ എല്ലാ തെറ്റുകളും വിട്ടുപുറത്തു മാപ്പാക്കി അള്ളാഹു സുബ്ഹാനഹു വ തആല ബർസഖിയായ ജീവിതം അള്ളാഹു സന്തുഷ്ടിയിലും സംതൃപ്തിയിലും സമാധാനത്തിലുമാക്കി സ്വർഗത്തിൽ അള്ളാഹു ഉന്നത സ്ഥാനങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെല്ലാവരും കണ്ടതാണ് ആ ഒരു വാർത്ത. ഒരു മനുഷ്യൻ കുപ്പി പെട്രോൾ ഒഴിച്ചു, അവിടെ ആ ട്രെയിൻ കത്തുന്നു. പെട്ടെന്ന് തന്നെ ട്രെയിൻ വലിച്ചു നിർത്തപ്പെടുന്നു. അദ്ദേഹം ആ മനുഷ്യൻ ഓടി രക്ഷപ്പെടുന്നു. പക്ഷേ വെപ്രാളത്തിലെടുത്ത ആ സഹോദരിയും ആ കുഞ്ഞുമൊക്കെ പുറത്തേക്ക് ചാടി. പക്ഷേ അവർ മരണത്തിൻ്റെ മരണത്തിലേക്ക് അവർ കടന്നുപോയി. അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് അവർ യാത്രയായി. അള്ളാഹു തആല എല്ലാവിധ ദുരന്തങ്ങളിൽ നിന്നും അള്ളാഹു കാക്കട്ടെ. ആ പൊന്നുമകൾ ആ കുഞ്ഞിൻ്റെ മരണം ആ കുടുംബത്തിന് വല്ലാത്തൊരു നഷ്ടമാണ്. അള്ളാഹു തആല വീണ്ടും ഒരു കുഞ്ഞിക്കാലി കാണാൻ ആ കുടുംബത്തിലൊക്കെ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ ആ 2 സഹോദരിമാരുടെ വിഷയം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു നീ സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹു കറുകറുത്ത പാറക്കെട്ടിൽ നിന്ന് ഒട്ടകത്തെ സൃഷ്ടിക്കാൻ കഴിഞ്ഞ അള്ളാഹ് പടച്ചവനെ മറിയമ്മിനെ ഒരു പുരുഷന്റെ സ്പർശനമേൽക്കാതെ ഈസ എന്ന പ്രവാചകനെ അള്ളാഹു പൊന്നുമകനായി നൽകി. അള്ളാഹുവെ ആ സഹോദരിക്ക് നീ സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നിന്റെ കുദറത്ത് കൊണ്ട് നിന്റെ ഖദർ കൊണ്ട് അള്ളാഹു നിന്റെ അത്ഭുതം കൊണ്ട് അള്ളാഹു നീ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു എല്ലാ പ്രയാസങ്ങളും മാറ്റിക്കൊടുക്കട്ടെ. മുജീബ് റഹ്മാൻ എന്ന ആ അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ ജീവിതത്തിൽ അള്ളാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ. ആഫിയത്തും ആരോഗ്യ ദീർഘായുസ്സും അള്ളാഹു കൊടുക്കട്ടെ. സുലൈഖ എന്ന പ്രിയപ്പെട്ട സഹോദരി ഇൻഷാല്ലാഹ് കണ്ടുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്തുള്ള സഹോദരിയാണോ അറിയിക്കുക. അള്ളാഹു സ്വീകരിക്കട്ടെ. സുലൈഖ എന്ന സഹോദരി അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. അപ്പോൾ 77 ലാ ഹൗലയായി. 77 ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ. ഇനിയും 11 ചൊല്ലിയവരെന്ന് അറിയിക്കുക. ഇൻഷാല്ലാഹ് നമുക്ക് ദുആയിലേക്ക് പോകാം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പോൾ 77 ലാ ഹൗലയായി. ഇപ്പോൾ ചൊല്ലി തീർക്കാൻ പറ്റും, പക്ഷേ അത് പോരാ. നിങ്ങൾ ചൊല്ലിയവർ ഇൻഷാല്ലാഹ് അറിയിക്കുക. ആ ചൊല്ലിയ ആളുകളൊക്കെ അറിയിക്കും. ഇപ്പോൾ 77ഓളം ലാ ഹൗലയായി. ഇനി 3 പേര് 3 ആളുകൾ കൂടെ ആകുമ്പോൾ ഇൻഷാല്ലാഹ് 111ഓളം എത്തും. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. ഒരു 3 ആളുകൾ ഇൻഷാല്ലാഹ് ചൊല്ലിയവർ അറിയിക്കുക. അള്ളാഹു സ്വീകരിക്കട്ടെ. ഇത്രയും ആളുകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു കബൂലാക്കട്ടെ. പ്രിയപ്പെട്ട അലിയാരെന്ന ഷിയാസിക്കാടെ പിതാവ് അദ്ദേഹത്തെ അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു തആല കബൂലാക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായി അത് അവരുടെ ബിസിനസ്, അവരുടെ ഏലം തോട്ടം അള്ളാഹു തആല ഞാൻ വീട്ടിലോട്ടൊക്കെ പോകുന്ന സമയത്ത്, കഴിഞ്ഞ തവണ ഞാൻ പോകുന്ന സമയത്ത് ഈ മൂന്നാറിൻ്റെ ഈ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറയാൻ നിങ്ങൾക്കറിയാമല്ലോ. തേയിലത്തോട്ടം, ഏലം തോട്ടം ഒക്കെ ഉള്ള ഒരുപാട് കൃഷിയുടെ തോട്ടങ്ങളാണ്. ഞാൻ കഴിഞ്ഞ തവണ വീട്ടിൽ പോകുമ്പോഴും ഞാൻ താമസിക്കുന്ന ക്വാർട്ടേഴ്സിൻ്റെ മുമ്പിൽ പെട്ടെന്ന് തന്നെ വന്നിട്ട് പ്രിയപ്പെട്ട ഷിയാസിക്ക ആവശ്യം ഒരു കവറിൽ നിറച്ച് ഏലക്കയുമായിട്ട് വന്നു. വളരെയേറെ സന്തോഷം. അള്ളാഹു സ്വീകരിക്കട്ടെ. ആ സ്നേഹത്തെ അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. അള്ളാഹു തആല അദ്ദേഹത്തിൻ്റെ തോട്ടത്തിൽ അള്ളാഹു വിജയം നൽകട്ടെ. അള്ളാഹു എല്ലാവിധ ഖൈറും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
അല്ലാഹു തആല സജന ഹാഷിഫ് അലി രണ്ടുപേരും ഇൻഷാ അല്ലാഹ്. സജന എന്ന എൻ്റെ സഹോദരി 11 അല്ലാഹു സ്വീകരിക്കുക, അല്ലാഹുവെ സ്വീകരിക്കണേ റബ്ബേ. സലീന എന്ന മാതാവ് അല്ലാഹു കബൂലാക്കട്ടെ. അൽഹംദുലില്ലാ. അപ്പോൾ 99 എണ്ണമായി, 99 എണ്ണമായി കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ഒരാളും കൂടെ അറിയിക്കുക. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തആല ആരെല്ലാം ഇത്രയും നേരം ചൊല്ലിയോ, ഒരുപാട് ആളുകൾ ദിക്റുകൾ, ഒരുപാട് ആയിരക്കണക്കിന് ദിക്റുകൾ ചൊല്ലി ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. സ്വലാത്തുകൾ ചൊല്ലിയവരുണ്ട്. അതെല്ലാം ഹബീബായ മുത്തു മുസ്തഫാന്റെ റൗളയിലേക്ക് അല്ലാഹു എത്തിക്കുമാറാകട്ടെ. അല്ലാഹു മുത്തു റസൂലിന്റെ റൗളയിൽ എത്തിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു റൗളയിലേക്ക് എത്തുമ്പോഴും ഹബീബായ മുത്തിന്റെ പോരിശ കൊണ്ട് നമ്മുടെ ഹലാലായ ഉദ്ദേശങ്ങൾ, നമ്മുടെ പ്രശ്നങ്ങളൊക്കെ അല്ലാഹു മാറ്റി തരുമാറാകട്ടെ. അല്ലാഹു സന്തോഷം നൽകട്ടെ. ഏതാണ്ട് 220ഓളം വരുന്ന ആളുകൾ നമ്മുടെ ലൈവിന്റെ ഈ പ്രോഗ്രാമിലൂടെ കടന്നു പോയിരിക്കുകയാണ്. അതിൽ എല്ലാ ദിവസവും വരുന്ന ഈ സിദ്റത്തുൽ മുൻതഹ എന്ന പ്രാർത്ഥനാ മജ്‌ലിസിലെ കുടുംബാംഗങ്ങളിൽ വെറും 10 പേരോട് ഞാൻ 11 ലാഹുലയാണ് ചോദിച്ചത്, ചൊല്ലിയോ എന്ന്. അപ്പോൾ അതറിയിക്കാനുള്ള ബുദ്ധിമുട്ടാണ്. അത് കമന്റ് താമസിക്കുന്നതാണോ? എല്ലാവരും ചെല്ലുന്നുണ്ട് എന്നറിയാം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ സഹോദരങ്ങളെയും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു തആല കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയും നേരം ക്ഷമയോടുകൂടി വിശുദ്ധ ഖുർആന്റെ ആയാത്തുകൾ, മുത്തു മുസ്തഫാന്റെ ഹദീസുകൾ കേട്ട എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളും സഹോദരിമാരെ എല്ലാം അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആയിലേക്ക് പോകാം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു തആല അൽഹംദുലില്ലാഹ് അൽഅമീൻ ചൊല്ലിയ 3100 വരുന്ന സ്വലാത്ത് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു സ്വീകരിക്കട്ടെ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. 100 അല്ലാഹു സ്വീകരിക്കട്ടെ. آمين. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. الله يرحم الرحيم ആയ നാദാ കരുണയുള്ള റബ്ബേ, കൃപയുള്ള അല്ലാഹ്, പടച്ചവനെ ഇവിടെ ചൊല്ലിയ സ്വലാത്തുകൾ മുത്തു റസൂലിന്റെ റൗളയിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. പടച്ചവനെ അൽഅമീൻ എന്ന സഹോദരൻ ചൊല്ലിയ സ്വലാത്തുകൾ ഹബീബായ മുത്തിന്റെ റൗളയിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. സലീന എന്ന മാതാവ് ചൊല്ലിയ സ്വലാത്തുകൾ മുത്തു റസൂലിന്റെ റൗളയിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. മുഴുവൻ ഔറാദുകളും മുഴുവൻ ദിക്റുകളും മുത്തു മുസ്തഫാന്റെ ഹദ്റത്തിലേക്ക് അതിന്റെ മിസ്ൽ സവാബ് എത്തിക്കണേ അല്ലാഹ്. പടച്ചവനെ വീണ്ടും 11 ലാ ഹൗല ചൊല്ലിയ പ്രിയപ്പെട്ട ഷിയാസ് എന്ന സഹോദരനെ സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചവനെ മുത്തു റസൂലിന്റെ റൗളയിലേക്ക് അതിന്റെ മിസ്ൽ സവാബ് നീ എത്തിക്കണേ അല്ലാഹ്. ലാ ഹൗല അത്ഭുതമാണല്ലോ അല്ലാഹ്, അത്ഭുതങ്ങളാണല്ലോ റബ്ബേ. പടച്ചവനെ 99ഓളം വരുന്ന പടച്ചവനെ പ്രശ്നങ്ങൾ, രോഗങ്ങൾക്ക് ശിഫയാണല്ലോ അല്ലാഹ്. 70ഓളം പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, ദുരിതങ്ങൾക്കുള്ള മാർഗം തുറക്കപ്പെടുന്ന ഒരു ലാ ഹൗല വഴിയാണല്ലോ റബ്ബേ. പടച്ചവനെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരണേ അല്ലാഹ്. ഷാഹുൽ ഹമീദ് എന്ന പിതാവ് ചൊല്ലിയ സ്വലാത്തുകൾ, ദിക്റുകൾ റബ്ബേ, മരണപ്പെട്ടു പോയ സഹോദരന് വേണ്ടി ചൊല്ലുന്നതെല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചവനെ, പടച്ച തമ്പുരാനെ, ജീവിതത്തിൽ ഖൈർ കൊടുക്ക് റബ്ബേ. അവരുടേതായ ജീവിതത്തിൽ നീ ബറക്കത്ത് കൊടുക്കല്ലാഹ്. കണ്ണിന്റെ കാഴ്ച നീ നിലനിർത്തണേ റബ്ബേ. ശരീരത്തിന് ആഫിയത്ത് കൊടുക്കല്ലാഹ്. അദ്ദേഹത്തിന്റെ ഭാര്യയെ സ്വീകരിക്കണേ അല്ലാഹ്. ശരീരത്തിന് ഖുവ്വത്ത് കൊടുക്ക് റബ്ബേ. ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള എല്ലാ രോഗങ്ങൾക്കും നീ ശമനം കൊടുക്കണേ അല്ലാഹ്. അവരുടെ ബിസിനസ്സിൽ നീ പുരോഗതി കൊടുക്കണേ അല്ലാഹ്. നീ പുരോഗതി കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, പടച്ചവനെ, ജസ്നെ എന്ന സഹോദരിയുടെ മോളും ഉമ്മയും ചൊല്ലിയ സ്വലാത്തുകൾ നീ സ്വീകരിക്ക് റബ്ബേ. ദിക്റുകൾ നീ ഖബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ, ഇത് ആരെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുവോ, ആരെല്ലാം ചൊല്ലിയിട്ടുണ്ടോ, എല്ലാരെയും സ്വീകരിക്കണേ അല്ലാഹ്. സജ്ന എന്ന വിനീതന്റെ സഹോദരി അടക്കം സലീന എന്ന മാതാവ് റബ്ബേ, മറിയം എന്ന സഹോദരി, ഹലീമ എന്ന സഹോദരി, ഷിയാസ് എന്ന സഹോദരൻ, അല്ലാഹുവേ പടച്ചവനെ, ആരെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു, അമീൻ എന്ന സഹോദരൻ, അല്ലാഹുവേ പടച്ചവനെ, എല്ലാവരും ചൊല്ലിയതിനെ നീ കബൂലാക്കണേ അല്ലാഹ്. പടച്ചവനെ, നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഒന്നും നീ പാഴാക്കല്ല അല്ലാഹ്. ഈ സമയത്ത് അവരുടെ മനസ്സിന്റെ ഉള്ളറകളിൽ എന്തെല്ലാം ഹലാലായ ഉദ്ദേശങ്ങളുണ്ടോ അറിയുന്നവൻ നീയാണ് റബ്ബേ. പടച്ചവനെ, മുജീബ് റഹ്മാൻ എന്ന സഹോദരൻ നീ സ്വീകരിക്ക് റബ്ബേ. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്ന് റബ്ബേ, ട്രെയിൻ ദുരന്തത്തിൽ മരണപ്പെട്ട ആ കുഞ്ഞിന്, ആ സഹോദരിക്ക് നീ മഗ്ഫിറത്ത് കൊടുക്കല്ലാ. സ്വർഗ്ഗത്തിൽ ദർജകളേറ്റി കൊടുക്കു റബ്ബേ. ദുരിതങ്ങൾ അല്ലാഹുവേ ആ കുടുംബത്തിന് ക്ഷമിക്കാനുള്ള ഒരു ക്ഷമ നീ കൊടുക്കണേ അല്ലാഹ്. മനസ്സ് കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, മാരകമായ അപകടങ്ങൾ, ദുരന്തങ്ങൾ, പ്രയാസങ്ങൾ ഞങ്ങളുടെ മക്കളെ നീ കാക്കണേ അല്ലാഹ്. കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. അല്ലാഹു പടച്ചവനെ, വിദേശ രാജ്യത്ത് നിൽക്കുന്ന സഹോദരങ്ങൾ, അൻസാരി എന്ന പിതാവ് നീ
സ്വീകരിക്കുക റബ്ബേ. ജോലിയിൽ ബറക്കത്ത് കൊടുക്കല്ലാ, ജീവിതത്തിൽ ഖൈർ കൊടുക്കണേ തമ്പുരാനെ. പടച്ചവനെ സന്തോഷം കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ. അൽ അമീന്റെ രോഗത്തിന് നീ ശമനം കൊടുക്കുക റബ്ബേ. അതിന് സ്വലാത്തുകളുടെ സബബാക്കണേ അല്ലാ. മുത്ത് മുസ്തഫാന്റെ സ്വലാത്തിന്റെ പോരിശ കൊണ്ട് റബ്ബേ ആ ചെറുപ്പക്കാരന് ജീവിതത്തിൽ ബറക്കത്ത് കൊടുക്കുക റബ്ബേ. അനുയോജ്യമായി ഇണയെ കൊടുക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ദീർഘായുസ്, മരണപ്പെട്ട സഹോദരിയുടെ ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. കണ്ണെത്താ ദൂരത്തോളം നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. മുഹമ്മദ് റാസി എന്ന സഹോദരൻ റബ്ബേ 19 വയസ്സുള്ള പൊന്നുമകൻ കിഡ്നി സംബന്ധമായ പ്രയാസത്തിലാണ് റബ്ബേ. വല്ലാത്തൊരു വേദന മനസ്സിന് മുറിവ്, മനസ്സിന് വേദന സമ്മാനിക്കുന്ന ഒരു വല്ലാത്ത ദുആവസിയത്താണ് റബ്ബേ. പടച്ചവനെ ആ കുടുംബത്തിന് സമാധാനം കൊടുക്കൂ റബ്ബേ. പരീക്ഷണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. ക്ഷമ കൊടുക്കണേ അല്ലാ. ശരീരത്തിന് ആരോഗ്യം കൊടുക്കൂ റബ്ബേ. ദീർഘായുസ് കൊടുക്കണേ അല്ലാ. പടച്ചവനെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും മോചനം കൊടുക്കണേ തമ്പുരാനെ. പടച്ചവനെ എല്ലാ അസുഖങ്ങളിൽ നിന്നും നീ മോചനം കൊടുക്കൂ റബ്ബേ. ഞങ്ങളുടെ കിഡ്നി സംബന്ധമായ പടച്ചവനെ, ഞങ്ങളുടെ കിഡ്നി അല്ലാഹുവേ രോഗാവസ്ഥയിലേക്ക് നീ കൊണ്ടുപോകല്ലേ അല്ലാ. ശരീരത്തിന്റെ ഒരു അവയവം മരിക്കുന്നത് വരെ ഒരു രോഗത്തിനും അല്ലാഹുവേ കൊടുക്കല്ല റബ്ബേ. ഒരു രോഗവും പിടിപെട്ട് ഞങ്ങളുടെ ശരീരം അവശതയിലേക്ക് പോകുന്ന ഒരു അവസ്ഥ നീ വരുത്തല്ലേ അല്ലാ. പടച്ചവനെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾ അല്ലാഹുവേ, പടച്ചവനെ ശരീഫ ശിഹാബ് എന്ന സഹോദരി അല്ലാഹുവേ, പടച്ചവനെ അവരുടെ ജീവിതത്തിൽ ഖൈർ കൊടുക്കൂ റബ്ബേ. പടച്ചവനെ മരിക്കുന്നത് മുമ്പ് കയറി കിടക്കാൻ ഒരു ഭവനം നീ കൊടുക്കണേ അല്ലാ. പടച്ചവനെ അവരുടെ മനസ്സിന്റെ മുറാദുകളൊക്കെ നീ കബൂലാക്കി കൊടുക്കണേ അല്ലാ. പടച്ചവനെ ജീവിച്ചിരിക്കുന്ന നമ്മുടെ കുടുംബത്തിലുള്ളവർക്കൊക്കെ സന്തോഷത്തോടുകൂടി കിടന്നുറങ്ങാനോ ഖൈറായ ഭവനം കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ ഹലീമ എന്ന സഹോദരി റബ്ബേ, അവരുടെ കുടുംബത്തിലുള്ളവരെയൊക്കെ സ്വീകരിക്കുക റബ്ബേ. ആരെല്ലാം മരണപ്പെട്ട് മണ്ണറയിലാണോ കബറിടം നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. വിശാലമാക്കണേ റബ്ബേ. പടച്ചവനെ ഞങ്ങളുടെ മസ്ജിദിന്റെ ചുറ്റുഭാഗത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മുഴുവൻ കബറാളികളുടെ കബറിടവും നീ വിശാലമാക്കണേ അല്ലാ. പടച്ചവനെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പലരും പല സ്വലാത്തുകൾ ചൊല്ലിയവരാണ്, പല ദിക്റുകൾ ചൊല്ലിയവരാണ് റബ്ബേ. നീ സ്വീകരിക്കണേ അല്ലാ. കബൂലാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, മുജീബ് റഹ്മാൻ എന്ന സഹോദരന്റെ ബിസിനസ്സിൽ നീ പുരോഗതി കൊടുക്കുക റബ്ബേ. മരണപ്പെട്ട ഉപ്പാക്ക് സ്വർഗ്ഗത്തിൽ ഉന്നത സ്ഥാനങ്ങൾ കൊടുക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന ഉമ്മയ്ക്ക് നീ ദീർഘായുസ് കൊടുക്കുക റബ്ബേ. ആഫിയത്ത് കൊടുക്കല്ലാ. മരണം വരെ ആ സ്നേഹബന്ധം നീ നിലനിർത്തണേ തമ്പുരാനെ. അല്ലാഹുവേ, അദ്ദേഹത്തിന്റെ സഹോദരിമാർക്ക് റബ്ബേ ആർക്ക് വേണ്ടിയൊക്കെയാണോ ദുആവസിയത്ത് ചെയ്ത് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ കാണാൻ മുത്ത് മുസ്തഫാന്റെ പോരിശ കൊണ്ട് ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മഹാനായ അല്ലാഹുവേ അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മഹാനവറുകളുടെ പോരിശ കൊണ്ട് റബ്ബേ അത്ഭുതങ്ങളിൽ അത്ഭുതം സൃഷ്ടിക്കപ്പെടുന്ന നിലയിൽ സ്വലാത്തിന്റെ പോരിശ കൊണ്ട്, ദിക്റിന്റെ പോരിശ കൊണ്ട്, ലാ ഹൗലയുടെ മഹത്വം കൊണ്ട് റബ്ബേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പാവങ്ങളുടെ പോരിശ കൊണ്ട് ആരുടെയെങ്കിലും ഒരു ദുആയെങ്കിലും സ്വീകരിച്ച് റബ്ബേ അല്ലാഹുവേ ആ സഹോദരിമാർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ കൊടുക്കണേ അല്ലാ. ആ ട്രെയിൻ ദുരന്തം നടക്കുമ്പോൾ റബ്ബേ അവരുടെ കുടുംബം വല്ലാത്തൊരു മാനസിക അവസ്ഥയിലായിരുന്നു റബ്ബേ. അല്ലാഹുവേ, ആ വേദനിക്കുന്ന കുടുംബത്തിന് നീ ക്ഷമ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, പടച്ചവനെ ഖദീജ എന്ന സഹോദരിയെ നീ സ്വീകരിക്കണേ അല്ലാ. അവരുടെ ജീവിതത്തിൽ ഖൈർ കൊടുക്കുക റബ്ബേ. ജീവിതത്തിന്റെ എല്ലാവിധ പ്രയാസങ്ങളും മാറ്റി കൊടുക്കണേ അല്ലാ. മരണപ്പെട്ടു പോയ ആരെല്ലാം അവിടെ കുടുംബങ്ങളിലുണ്ടോ എല്ലാവർക്കും നീ മഗ്ഫിറത്ത് പ്രദാനം ചെയ്യണേ അല്ലാ. അല്ലാഹുവേ, ഷിയാസ് എന്ന സഹോദരനെ സ്വീകരിക്കുക റബ്ബേ. അല്ലാഹുവേ, അദ്ദേഹത്തിന്റെ യാത്രകളിൽ നീ ബറക്കത്ത് ചെയ്യ് റബ്ബേ. പടച്ചവനെ വാഹനങ്ങളിൽ, കുടുംബങ്ങളിൽ, ഭാര്യയിലും, മാതാപിതാക്കളിലും, മക്കളിലെല്ലാം നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. സാമ്പത്തിക സ്രോതസ്സിൽ വിജയം കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ, അദ്ദേഹം 2 ഫാനാണ് റബ്ബേ ഞങ്ങളുടെ മദ്രസയിലേക്ക് സ്പോൺസർ ചെയ്തത് റബ്ബേ. പടച്ചവനെ സമ്പത്ത് നോക്കാതെ ചെലവാക്കുന്ന മനുഷ്യനാണ് അല്ലാഹുവേ. നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ. സമ്പത്തിൽ നീ ഏറ്റി പുരോഗതി കൊടുക്കണേ അല്ലാ. പുരോഗതി കൊടുക്കണേ റബ്ബേ. കഷ്ടനഷ്ടങ്ങളിൽ നിന്ന് നീ കാക്കണേ അല്ലാ. പടച്ചവനെ, പടച്ച തമ്പുരാനെ, ശരീഫ് എന്ന ആ സഹോദരി ചൊല്ലിയ 10,000-ഓളം വരുന്ന സ്വലാത്തുകൾ മുത്ത് റസൂലിന്റെ റൗളയിലേക്ക് എത്തിക്കണേ അല്ലാ. റസൂലിന്റെ സ്വലാത്ത് ചൊല്ലിയിട്ട് ചോദിച്ചാൽ ഞങ്ങൾക്ക് ഉത്തരം കിട്ടുമെന്നാണല്ലോ അല്ലാ. നീ സ്വീകരിക്കണേ റബ്ബേ. അവരുടെ ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങൾ അറിയുന്നവൻ നീയാണല്ലോ റബ്ബേ. നീ കബൂലാക്കണേ അല്ലാ. പടച്ചവനെ, അനുഗ്രഹ ബോർവലെന്ന അല്ലാഹുവേ കുഴൽ കിണറിന്റെ ബിസിനസ് ചെയ്യുന്ന സിദ്ദീഖൊക്കെ നീ സ്വീകരിക്കണേ അല്ലാ. അദ്ദേഹത്തിന്റെ സഹോദരിയെ കബൂലാക്ക് റബ്ബേ. സഹോദരങ്ങൾ ആരെല്ലാം ഉണ്ടോ എല്ലാവരെയും സ്വീകരിക്കുക റബ്ബേ. ജീവിതത്തിൽ ഖൈർ കൊടുക്കുക റബ്ബേ. കടബാധ്യതകളിൽ നിന്ന് കരകയറ്റണേ അല്ലാ. ബിസിനസ്സിൽ പുരോഗതി
പുരോഗതിയും വിജയവും കൊടുക്കണേ തമ്പുരാനെ. ഖൈർ പ്രദാനം ചെയ്യണേ അല്ലാ. ഹലീമ എന്ന സഹോദരി നൽകിയ എല്ലാ സദഖകളും സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ സ്വീകരിക്കു റബ്ബേ. അദ്ദേഹത്തിന്റെ അവരുടെ കുടുംബത്തിലെ പടച്ചവനെ വേണ്ടപ്പെട്ട പലരും ഇന്നും മണ്ണറയിലാണ്. ഖബറിടം നീ വിശാലമാക്കി ഈ ദുആയുടെ പ്രതിഫലം കൊടുത്തവരുടെ ഖബറിടം ആനന്ദത്തിലും ഐശ്വര്യത്തിലുമാക്കണേ അല്ലാ. പടച്ചവനെ പടച്ച തമ്പുരാനെ, ഞങ്ങൾ വിദൂരതയിലിരുന്നാണ് ദുആ ചെയ്യുന്നത്. അല്ലാഹുവേ ഞങ്ങളുടെ ദുആ നീ അടുപ്പിക്കണേ അല്ലാ. പടച്ചവനെ നിന്റെ ദർബാറിലേക്ക് നീട്ടുന്ന കരങ്ങൾ നീ പരിപൂർണമായി സ്വീകരിക്കണേ അല്ലാ. ആരെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുവോ എല്ലാരെയും നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ നാവിന് നീ ശക്തി പകരണേ തമ്പുരാനെ. ഞങ്ങളുടെ ഇൽമിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. പടച്ചവനെ ഇത്രയും സമയം കണ്ടുകൊണ്ടിരുന്ന പടച്ചവനെ അൽ അമീന നീ സ്വീകരിക്കുക റബ്ബേ. ഹലീമ എന്ന സഹോദരിയെ ഖബൂലാക്കല്ലാ. പടച്ചവനെ സജന എന്ന വിനീതന്റെ സഹോദരിയെ സ്വീകരിക്കുക റബ്ബേ. സലീന എന്ന മാതാവിനെ ഖബൂലാക്കണേ അല്ലാ. പടച്ചവനെ മുജീബ് റഹ്മാൻ എന്ന സഹോദരൻ, ഷിയാസ് എന്ന സഹോദരൻ അടക്കം അല്ലാഹുവേ ആരെല്ലാം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുവോ അബ്ദുൽ മജീദ് എന്ന പിതാവ് അടക്കം എല്ലാരെയും നീ സ്വീകരിക്കണേ അല്ലാ. യസ്ന എന്ന സഹോദരിയെ നീ ഖബൂലാക്കുക റബ്ബേ. പടച്ചവനെ ആരെല്ലാം ദുആ വസിയത്ത് ചെയ്യുന്നു ഖദീജ എന്ന സഹോദരിയെ അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഒരാളെയും നീ പാഴാക്കല്ലേ അല്ലാ. ഒരാളെയും പാഴാക്കല്ലേ റബ്ബേ. 100 പ്രശ്നങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിന്റെ അന്തരാളങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടാണ് റബ്ബേ സൃഷ്ടികളോട് പറയാതെ സൃഷ്ടാവാകുന്ന നിന്നോട് ഞങ്ങൾ പറയുന്നു റബ്ബേ. നീ സ്വീകരിക്കണേ അല്ലാ. നീ ഖബൂലാക്കണേ റബ്ബേ. നീ ഖബൂലാക്കണേ തമ്പുരാനെ. പടച്ചവനെ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട പലരും ഇന്ന് മണ്ണറയിലാണ്. ഖബറിടം നീ വിശാലമാക്കണേ അല്ലാ. നീ പ്രവിശാലമാക്കണേ റബ്ബേ. അല്ലാഹു ഞങ്ങളുടെ സഹോദരിമാരുടെ വാട്സപ്പ് കൂട്ടായ്മയിൽ ഉള്ള സഹോദരിമാരെ എല്ലാം നീ സ്വീകരിക്കുക റബ്ബേ. അതിൽ ആരെല്ലാം അണിനിരന്ന് ആ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടോ അല്ലാഹു ദുആ വസിയത്ത് അറിയിക്കുന്നുവോ എല്ലാവർക്കും നീ ഖൈർ കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ആ ഗ്രൂപ്പിലേക്ക് കടന്നു വന്ന നന്മയെ സ്നേഹിച്ച സഹോദരിമാരെയൊക്കെ നീ സ്വീകരിക്കുക റബ്ബേ. സഹോദരന്മാരുടെ ഗ്രൂപ്പിലുള്ള മുഴുവൻ ആളുകൾക്കും നീ ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും കൊടുക്കണേ അല്ലാ. അതിന്റെ അഡ്മിൻ പാനലുകളെ നീ സ്വീകരിക്കുക റബ്ബേ. അവർക്ക് ദീർഘായുസ്സ് കൊടുക്കുക റബ്ബേ. പടച്ചവനെ ഹാഷിഫ് അലി എന്ന സഹോദരനടക്കം അല്ലാഹുവേ ഷംനാദ് എന്ന വിദേശ രാജ്യത്ത് നിന്ന് അല്ലാഹു ഇതിന്റെ ലിങ്കുകളെ മജ്ലിസ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരൻ അല്ലാഹുവേ അലി ഹസൻ എന്ന സഹോദരൻ അല്ലാഹുവേ പടച്ചവനെ അൽ അമീൻ എന്ന കല്ലറയിലുള്ള ഈ സഹോദരനടക്കം അല്ലാഹു മുജീബ് റഹ്മാൻ എന്ന പ്രിയപ്പെട്ട സഹോദരനടക്കം അല്ലാഹുവേ എല്ലാരെയും നീ സ്വീകരിക്കണേ അല്ലാ. ഒരാളെയും നീ പാഴാക്കല്ലേ റബ്ബേ. പടച്ചവനെ നീ സ്വീകരിക്കുക റബ്ബേ. വീണ്ടും ഞങ്ങൾക്ക് കണ്ടുമുട്ടാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. നീ തൗഫീഖ് നൽകണേ റബ്ബേ. ഈ വിനീതന്റെ മാതാവ് മണ്ണറയിലാണ് അല്ലാഹുവേ. പിതാവ് പടച്ചവനെ കുടുംബത്തിലുള്ള പലരും ഖബറിലാണ്. ഖബറിടം വിശാലമാക്കി കൊടുക്കു റബ്ബേ. ജീവിച്ചിരിക്കുന്ന മാതാവിന് ജീവിച്ചിരിക്കുന്ന ആരെല്ലാം ഉണ്ടോ സഹോദരി അടക്കം സഹോദരിയുടെ ഭർത്താവ് അല്ലാഹു അവരുടെ കുടുംബത്തിലുള്ളവർ, ആ കുടുംബത്തിലുള്ള കൊച്ചു മക്കള് അല്ലാഹുവേ കുഞ്ഞു പെൺമക്കള് അല്ലാഹുവേ പടച്ചവനെ ആരെല്ലാം ഉണ്ടോ എല്ലാരെയും നീ സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ സീനത്ത് അലി എന്ന മാതാവിനെ നീ ഖബൂലാക്ക് റബ്ബേ. ആ കുടുംബത്തിൽ ഐശ്വര്യം കൊടുക്ക് റബ്ബേ. തൗഫീഖ് എന്ന സഹോദരന്റെ ജോലിയിൽ ഖൈർ കൊടുക്ക് റബ്ബേ. അവരുടെ വീട്ടിൽ എല്ലാവിധ ഖൈറും ബറക്കത്തും ചൊരിയണേ അല്ലാ. ഞങ്ങളുടെ ഭാര്യമാരിലും മക്കളിലെല്ലാം നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ. നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഒരാളെയും നീ പാഴാക്കല്ലേ അല്ലാ. പടച്ചവനെ പാഴാക്കല്ലേ റബ്ബേ. നീ പാഴാക്കല്ലേ റബ്ബേ. അഫ്രീദ് എന്ന സഹോദരനെ നീ സ്വീകരിക്കണേ അല്ലാ. അദ്ദേഹത്തിന്റെ ഹലാലായ ഉദ്ദേശങ്ങളെല്ലാം നീ ഖബൂലാക്കണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ദുആയിൽ നിന്ന് ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാ. ഉൾപ്പെടുത്തണേ റബ്ബേ. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഇതിന്റെ അഡ്മിൻ പാനലുകൾ ഇതിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്ന പ്രിയപ്പെട്ട അബ്ദുള്ള ഹാഫിസ് അടക്കം ഒരുപാട് ആളുകൾ
ആ ഒരു പരിശ്രമവും ഒരു പ്രയത്നവും കൊണ്ടാണ് അൽഹംദുലില്ലാഹ് നമ്മുടെ സിദ്റത്തുൽ മുൻതഹ എന്ന മജ്ലിസ് ജൈത്രയാത്ര തുടർന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ ദുആയിൽ അള്ളാഹു ഇഖ്ലാസ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ സ്ത്രീകളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരാൻ താല്പര്യമുള്ള നമ്മുടെ സഹോദരിമാർ നിങ്ങൾ അറിയിക്കുക. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. ആ ഒരു കൂട്ടായ്മയിൽ ഒരുപാട് സഹോദരിമാരുണ്ട്. സഹോദരിമാർക്ക് വേണ്ടി മാത്രമുള്ള ഗ്രൂപ്പ്, സഹോദരന്മാർക്ക് സെപ്പറേറ്റ് ആണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആരെല്ലാം ആ ഗ്രൂപ്പിൻ്റെ അകത്തുണ്ടോ അതിൽ നിൽക്കുമ്പോഴുള്ള പ്രത്യേകിച്ചൊരു ഗുണമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ദുആ വസിയത്തുകളൊക്കെ നേരത്തെ അറിയിക്കാൻ പറ്റും. അപ്പോൾ അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. ഷെരീഫ് എന്ന സഹോദരി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. മറിയം എന്ന സഹോദരി അള്ളാഹു എല്ലാവരെയും കബൂലാക്കണേ റബ്ബേ. എല്ലാവരുടെയും മനസ്സിൻ്റെ ഉള്ളറകൾ എന്തൊക്കെ ഹലാലായ ഉദ്ദേശങ്ങളാണോ എല്ലാം നീ കബൂലാക്കണേ റബ്ബേ. പരിപൂർണമായി സ്വീകരിക്കണേ തമ്പുരാനെ. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. അള്ളാഹു സലീൻ എന്ന മാതാവ് ചൊല്ലി എല്ലാ ദിക്റുകളും അള്ളാഹു സ്വീകരിക്കണേ. അവരുടെ ഭർത്താവ് വിദേശ രാജ്യത്താണ്. അള്ളാഹു ദീർഘായുസ് കൊടുക്കുക റബ്ബേ. കടങ്ങളിൽ നിന്ന് കരകയറാനുള്ള വഴി തുറന്നു കൊടുക്കണേ. അള്ളാഹു സ്വീകരിക്കട്ടെ. ഷിയാസ് എന്ന സഹോദരൻ, ഹലീം എന്ന മാതാവ്, അവരുടെ മക്കളെയൊക്കെ അള്ളാഹു വിജയത്തിലെത്തിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഈ വിനീതനും കുടുംബത്തിനും വേണ്ടി നിങ്ങളൊക്കെ ദുആ ചെയ്യണം. പ്രിയപ്പെട്ട ഹലീം എന്ന സഹോദരി എല്ലാ പ്രഭാഷണവും കഴിഞ്ഞതിന് ശേഷം എല്ലാ ദിവസവും അതിൻ്റെ അടിയിൽ കമൻറ്റ് വരും, ഉസ്താദിനെയും കുടുംബത്തെയും അള്ളാഹു കാക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അത് എനിക്കും വേണ്ടി ദുആ ചെയ്യണേ എന്നൊക്കെ പറഞ്ഞൊരു വസിയത്ത് എപ്പോഴും കാണും. ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അള്ളാഹു തആല പരിപൂർണമായി സ്വീകരിക്കട്ടെ. ആ മാതാവിനെ അള്ളാഹു ഖൈർ പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരുടെ സാമ്പത്തിക സ്രോതസ്സിലൊക്കെ അള്ളാഹു വിജയം നൽകട്ടെ. ആ മക്കൾക്ക് ഉയർച്ചകളിലേക്ക് കടന്നു പോകാനുള്ള ബുദ്ധിശക്തി, നല്ല ഓർമ്മശക്തിയും പഠനത്തിൽ പുരോഗതിയും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് വിനീതനും കുടുംബത്തിന് വേണ്ടി എല്ലാവരും ദുആ ചെയ്യുക എന്ന വസിയത്തോടെ ഇൻഷാ അല്ലാഹ് നാളത്തെ ദിവസം നമുക്കൊരു പ്രത്യേകതയുള്ള ദിവസമാണ്. ഇൻഷാ അല്ലാഹ് ഒരു പ്രിയപ്പെട്ട മഹാനായ ഒരു ഉസ്താദ് മരണപ്പെട്ട ഒരു ദിവസമാണ്. എനിക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ടപ്പെട്ട, ഞാൻ പ്രഭാഷണത്തിനൊക്കെ ആദ്യം പോകുമ്പോൾ എനിക്ക് അന്ന് മുതൽ ഒരു ഗിഫ്റ്റായിട്ട് എല്ലാ ദിവസവും കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഓതാൻ വേണ്ടി ഒരു സമ്മാനം തന്നതാണ്. എല്ലാ ദിവസവും വർഷങ്ങളോളം ഞാനിപ്പോഴും ഓതിക്കൊണ്ടിരിക്കുന്നതാണ്. എൻ്റെ ജീവിതത്തിൻ്റെ ഉയർച്ചകൾക്കൊക്കെ അൽഹംദുലില്ലാഹ് ഒരു കാരണം. 2 മിനിറ്റ് ഓതിയാൽ മതി. എൻ്റെ ഈ സിദ്റത്തുൽ മുൻതഹ എന്ന പ്രാർത്ഥനാ മജ്ലിസിലുള്ള സഹോദരങ്ങൾക്ക് സഹോദരിമാർക്ക് ഞാനത് പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്. കിടക്കുന്ന സമയത്ത് ഓതാനാണ്. അള്ളാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അത് ഇൻഷാ അല്ലാഹ് അത് കിടക്കുന്ന സമയത്ത് ഓതിയാൽ വളരെയേറെ ഗുണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതെനിക്ക് പറഞ്ഞു തന്ന ഉസ്താദ് ഇൻഷാ അല്ലാഹ് മരണപ്പെട്ടു പോയി. മന്നാനിയ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലെ ഷെയ്ഖുൽ ഹദീസ് എന്ന് പറയുന്ന കിതാബ് എടുത്ത് അത് കാണാതെ ഞങ്ങൾക്ക് പാഠമെടുത്തത്. എനിക്കൊരു കാര്യം നിങ്ങളോട് പറയണമെങ്കിൽ നോക്കിയിട്ടായിരിക്കും പറയുന്നത്, പക്ഷെ കാണാതെ അത് വിവരിച്ചു തരുന്ന പ്രിയപ്പെട്ട ഷെയ്ഖുൽ ഹദീസ് മലപ്പുറത്തുള്ള ബീരാൻകുട്ടി ഹസ്രത്ത് ഉസ്താദ് അവർകൾ അള്ളാഹു ഖബറിടം വിശാലമാക്കുമാറാകട്ടെ. ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു ഉന്നത അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു കണ്ടുമുട്ടാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സ്വീകരിക്കട്ടെ. അക്ബർ എന്ന സഹോദരൻ അൽഹംദുലില്ലാഹ് അള്ളാഹു കബൂലാക്കട്ടെ. എവിടെ നിന്നാണ് എന്ന് അറിയിക്കുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി നാളെ ആ ഉസ്താദിൻ്റെ മരണപ്പെട്ട ദിവസമാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് 7 വർഷം ഏതാണ്ട് പിന്നിട്ട് കഴിഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് എല്ലാവരും ഒരുമിച്ച് കൂടുക നാളത്തെ മജ്ലിസിൽ. അൽഹംദുലില്ലാഹ് നമുക്ക് എല്ലാവർക്കും അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യണം. വളരെ ഇജാബത്തുള്ള മഹാമൊരു മനുഷ്യനാണ്. അള്ളാഹു കബൂലാക്കട്ടെ. അറിവിൻ്റെ നിറകൂട്ടമാണ്. അത്ഭുതകരമായ അറിവുകളാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി ഇൻഷാ അല്ലാഹ് എല്ലാവരും നാളെ ഉണ്ടാകില്ലേ. അള്ളാഹു കബൂലാക്കട്ടെ. ആയുസ് അള്ളാഹു നീട്ടിത്തരുമാറാകട്ടെ എന്ന ദുആയോടെ അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അക്ബർ എന്ന സഹോദരൻ ചോദിക്കും ഏത് സൂറത്താണെന്ന്. ഇൻഷാ അല്ലാഹ് നാളെ ഇൻഷാ അല്ലാഹ് ഞാൻ പറയും. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. അള്ളാഹു സ്വീകരിക്കും. ഷെരീഫ് എന്ന സഹോദരി ഇൻഷാ അല്ലാഹ് ആ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. ചേരാൻ താല്പര്യമുള്ള എല്ലാവരും അറിയിക്കുക. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ എന്ന ദുആയോടെ വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.